എവരിബഡി. എന്തായാലും ഷായ് സാർ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ഞാൻ കോഴിക്കോടൊക്കെ പോകുമ്പോൾ സ്വന്തം സഹോദരനെ പോലെ നമ്മളെ സ്നേഹിച്ച് ക്ഷണിക്കുന്ന ഒരു ലീഡറാണ് ഷാജു സാറായാലും ഷൈജു സാറായാലും ഓൾ കോഴിക്കോട് ടീം. എന്നും ഒരു ബഹുമാനാണ് അവരോട്. നമ്മൾ പറയേ കൂടെ പിറന്നവരല്ല, എങ്കിലും ഒരു കൂടപ്പിറപ്പുകളെ പോലെയാണ്. ഇത് RCMന്റെ മാത്രം ഒരു എന്താ പറയാ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. RCMൽ വന്ന് നമ്മളൊരു RCMനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റ കുടുംബം പോലെ തന്നെയാണ്. താങ്ക് യു ഷാജു സാർ. എത്രയും പെട്ടെന്ന് ഒരു സ്റ്റാർ എംറാൾഡായിട്ട് മാറാൻ സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ അവസരത്തിൽ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഇന്ന് ഏകദേശം 600ഓളം പേര് ഇപ്പൊ കയറിയിട്ടുണ്ട്. ഇനി ഒത്തിരി ആളുകൾ കയറും. RCMന്റെ ഒരു പ്രത്യേകത, ഈ പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ ആളുകൾ കയറും. അതാണ് RCMന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെ? പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഗിരീഷ് എന്നാണ്. ഇന്ത്യൻ ആർമിയിലായിരുന്നു ഞാൻ 17 വർഷക്കാലം. വിദേശത്ത് 2 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആർമിയിൽ നിന്ന് റിട്ടയർഡായി വന്ന് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 മാസത്തെ ലീവിന് നാട്ടിലേക്ക് വന്നതാണ് ഞാൻ. എൻ്റെ സ്വന്തം പെങ്ങള് പറഞ്ഞിട്ടാണ് ഞാൻ RCMലേക്ക് കടന്നു വരുന്നത്. മിലിറ്ററി ക്യാൻറ്റീനിൽ എല്ലാ ഉൽപ്പന്നങ്ങളും കിട്ടാനുള്ളത് കൊണ്ട് തന്നെ RCM ഉൽപ്പന്നങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷെ ഓരോ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ അതിന്റെ ഗുണം മനസ്സിലായി. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വിദേശത്ത് നിന്ന് വന്നപ്പോ ഇന്നിപ്പോ എല്ലാവർക്കും കാണുന്നത് പോലെ ജീവിതശൈലി രോഗങ്ങൾ, അതിൽ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഹെൽത്ത് ഗാർഡ് ഓയിൽ യൂസ് ചെയ്ത് അത് നോർമൽ ആയതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ RCMനെ ശ്രദ്ധിക്കുകയും RCMന്റെ വലിയൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോ വിദേശത്ത് എന്തിനാണോ പോയത്, വരുമാനം ഉണ്ടാക്കാനാ പോയത്, ആ വരുമാനവും ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി 9 വർഷം 2 മാസങ്ങൾക്ക് മുന്നേ RCMന്റെ കൂടെ കൂടിയതാണ്. ഇന്ന് RCMൽ സ്റ്റാർ എംറാൾഡ് അച്ചീവർ ആണ്, റൈസിംഗ് കോർ ലീഡർ ആണ്. ആരോഗ്യം കിട്ടിയെന്ന് മാത്രമല്ല, ഇപ്പൊ 9 വർഷമായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസും എനിക്കോ ഫാമിലിക്കോ ഉണ്ടായിട്ടില്ല അനാവശ്യമായിട്ട്. കാരണം എല്ലാ മെഡിക്കൽ ഫെസിലിറ്റീസും ഞങ്ങൾക്കുണ്ട്, ആർമിക്കാർക്ക് ഉണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. കാരണം 100% ഇന്ന് RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫാമിലിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ്. വരുമാനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, വിദേശത്ത് എത്രയാണോ വരുമാനം കിട്ടിയിരുന്നത് അതിന്റെ 4 ഇരട്ടി വരുമാനം ഇന്ന് എൻ്റെ ഫാമിലിയോടൊത്ത് RCMലൂടെ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും തുടക്കത്തിൽ നമുക്ക് ഇത് മനസ്സിലാവില്ല. തുടക്കത്തിൽ നമുക്ക് ജസ്റ്റ് വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമാണ് RCM. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കും. കൂടുതൽ മോട്ടിവേഷനിലേക്കല്ല ഞാൻ പോകുന്നത്. കാരണം RCMൽ വന്ന് നമുക്ക് വിജയിക്കാനുള്ള ഒരു അവസരം എന്താണ്, ഇതിന്റെ ഒരു ഫോർമുല നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാതെ RCMന് വേണ്ടിയിട്ട് RCMൽ അടിയുറച്ച് പ്രവർത്തിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ RCMലേക്ക് കടന്നു വരുന്ന പല ആളുകൾക്കും ഇതിന്റെ സാധ്യത മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ ഇതിൽ സക്സസ് ആവാം? നമ്മൾ പറയാറുണ്ട്, RCM സമജന മുഷ്കിൽ ഹെ കർണ ആസാൻ ഹെ എന്ന് പറഞ്ഞാൽ RCM മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട്, ചെയ്യാൻ വളരെ ഈസിയാണ്, അല്ലെ? ഈ ചെറിയ മല്ലിയും മുളകും ഉപ്പും സോപ്പും കാണുമ്പോൾ നമ്മൾ ഇതിനെ വലിയ കാര്യമായിട്ട് എടുക്കില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. ഇതൊക്കെ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണ കൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. അതുകൊണ്ട് പറയുന്നത് RCM മനസ്സിലാക്കാൻ എത്ര ബുദ്ധിമുട്ടാണ്, പക്ഷെ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ RCMലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല അച്ചീവ്മെന്റിൽ എത്താം എന്നുള്ളൊരു ഫോർമുലയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനിടയ്ക്ക് അധികം മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളൊരു നോട്ട്ബുക്കും പെന്നൊക്കെ ആയിട്ട് ശ്രദ്ധാപൂർവം ലാസ്റ്റ് വരേക്കും ഇരിക്കാൻ ശ്രമിക്കുക, കേട്ടോ? എന്നും പുതിയ ഷോപ്പുകളുടെ ഉദ്ഘാടനം, ഇപ്പൊ ഒരു പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇപ്പൊ എത്തിയുള്ളൂ.
ഇത് 26-ാം തീയതി പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം, 29-ാം തീയതി പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം, ജനുവരി 1-ാം തീയതി പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം. പാർസ്യം റോക്കറ്റ് പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ആർസിഎം ഉൽപ്പന്നങ്ങൾ ഏതൊരു വ്യക്തിക്കും അത്യന്താപേക്ഷിതമാണ്. ഇതിലൂടെ എങ്ങനെ വിജയിക്കാമെന്നുള്ള ഒരു മന്ത്രമാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഞാനൊരു പ്രസന്റേഷനിലൂടെ നിങ്ങളെ അതിലേക്ക് ഒന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ ഷൈജു സർ? ഓക്കെ സർ, കാണാം. റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. അപ്പോ ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധപൂർവ്വം കേട്ടിരിക്കുക. കാരണം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ആർസിഎമ്മിലൂടെ സക്സസ് ആവാം, അതാണ് ഇവിടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മോട്ടിവേഷൻ ഒന്നും അധികം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഒരു ഐ ഓപ്പണിംഗ് സെഷൻ ആയിരിക്കും. നോട്ട് ചെയ്യേണ്ടവർ നോട്ട് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാര്യമില്ല, ശ്രദ്ധിച്ച് കേൾക്കണം, അതാണ് കാര്യം. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്നത്തെ നിങ്ങളുടെ ഉറക്കം തന്നെ പോവാൻ സാധ്യതയുണ്ട്. ഞാൻ ആർസിഎമ്മിൽ അടിയുറച്ച് നിൽക്കാൻ കാരണം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രസന്റേഷൻ 9 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കണ്ടതാണ്. അല്ലാതെ ഈ മല്ലിയും മുളകും കണ്ടതുകൊണ്ടല്ല ഞാൻ ആർസിഎമ്മിൽ അടിയുറച്ച് നിന്നത്. വിദേശത്ത് കിട്ടുന്നേക്കാളും കൂടുതൽ വരുമാനം കൂടി ആരോഗ്യത്തിന്റെ കൂടെ എനിക്കിവിടെ കിട്ടുമെന്ന് മനസ്സിലായത് കൊണ്ടാണ്. നമുക്കറിയാം ആർസിഎമ്മിൽ വരുന്ന ആളുകളുടെ ധാരണ ജീവിതകാലം മുഴുവനും പ്രൊഡക്റ്റ് കൊണ്ട് നടക്കേണ്ട ഒരു ബിസിനസ്സാണ് ആർസിഎം. അങ്ങനെയല്ല. ആർസിഎമ്മിന്റെ ഡിസൈൻ എന്താണ്? വീട്ടിലേക്ക് മല്ലിയും മുളകും മഞ്ഞളും ഉപ്പും സോപ്പും ആട്ടയും ഓയിലും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിച്ചാലും വരും സമയങ്ങളിൽ 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം അക്കൗണ്ടിലേക്ക് വരണം. അതാണ് ആർസിഎമ്മിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താണ്? ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്താണ്? ഇന്ന് ആദ്യമായിട്ട് ഇതിൽ കയറിയിരിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കാം. ഈ ആദ്യമായിട്ട് കയറിയിരിക്കുന്ന വ്യക്തികൾക്കും വളരെ ഈസി ആയിട്ട്, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിദ്യാഭ്യാസം ഇവിടെ പ്രശ്നമല്ല, മറ്റുള്ള ഒരു മാനദണ്ഡങ്ങളും ഇല്ല, സ്ത്രീയാണോ പുരുഷനോ മാനദണ്ഡമില്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. അത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഞാൻ അതാണ് ചെയ്തത്. അപ്പോ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിതരണ രീതി എന്നുള്ളതാണ് ആർസിഎമ്മിന്റെ ഫുൾ ഫോം. ആർസിഎം മനസ്സിലാക്കിയ ആളുകൾ പറയും രക്ഷപ്പെടാൻ ചെറിയ മാർഗം എന്നൊക്കെ പറയും. പക്ഷേ ആർസിഎമ്മിന്റെ യഥാർത്ഥ ഫുൾ ഫോം എന്ന് പറയുന്നത് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിതരണ രീതി എന്നുള്ളതാണ്. ഈ ശരിയായ വിതരണ രീതി ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും ആർസിഎമ്മിലൂടെ വിജയിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും കാലം നമ്മൾ ഏതോ ശരിയല്ലാത്ത രീതിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിയത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊന്നും മാറി നമ്മൾ ആർസിഎം എന്ന പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നത്? നമ്മൾ ആർസിഎമ്മിലേക്ക് എന്തിനാണ് വന്നിരിക്കുന്നത്? തുടക്കത്തിൽ നമ്മൾ ആരെങ്കിലും, അതായത് ആരെങ്കിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തികൾ പറയുമ്പോഴാണ് നമ്മൾ ആർസിഎമ്മിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ ആർസിഎമ്മിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആർസിഎം ഈസ് എ കംപ്ലീറ്റ് ലൈഫ് പാക്കേജ്. ആർസിഎം ഒരു കംപ്ലീറ്റ് ലൈഫ് പാക്കേജ് ആണ്. എന്താണ് നമ്മൾ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അതൊക്കെ കിട്ടാനായിട്ട് ഇവിടെ സാധ്യതയില്ല. എന്തൊക്കെയാണ് ഒരു വ്യക്തിക്ക് വേണ്ടത്? നല്ല ആരോഗ്യം വേണം, അത് ആർസിഎമ്മിലൂടെ കിട്ടും. ഇവിടെ ഇരിക്കുന്ന ഇന്ന് ഏകദേശം 700 ചില്ലാനും പേര് ഇവിടെയുണ്ട്. ഈ 700 ചില്ലാനും പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർസിഎം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യം കിട്ടിയ ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ. അല്ലാതെ ഈ ഈവനിങ് ടൈമിൽ 8:45 സമയത്ത് ഒരാൾ പോലും ഇതിൽ കയറില്ല. ഒരു 75% ആളുകൾക്ക് ആരോഗ്യം കിട്ടിയ ആളുകളായിരിക്കും. പുതിയ ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് എടുത്തത് നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം. ആർസിഎമ്മിന്റെ ഫസ്റ്റ് ലക്ഷ്യം എന്താന്ന് വെച്ചാൽ നല്ല ആരോഗ്യപരമായ ഉൽപ്പന്നങ്ങൾ കൊടുക്കാം. ശരീരത്തിന് ഹാനികരമായ ഒരു പ്രൊഡക്റ്റ് പോലും നമുക്ക് ആർസിഎമ്മിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ആർസിഎം ഉൽപ്പന്നങ്ങൾ നമുക്ക് നല്ല ആരോഗ്യം തരും. യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ. അപ്പൊ ഇവിടെ നല്ല ആരോഗ്യം. രണ്ടാമത് നമ്മൾക്ക് ആർസിഎമ്മിലൂടെ കിട്ടുന്നത്
മണി ഫ്രീഡം ആണ്. നമ്മുടെ കയ്യിൽ കാശുണ്ട്, പക്ഷെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുടിക്കാൻ കഷ്ടപ്പാടാണ്. ഇവിടെ നമുക്ക് ആർസിമിലൂടെ മണി ഫ്രീഡം കിട്ടും. എന്താണ് മണി ഫ്രീഡം? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വില ചോദിക്കാതെ പോലും പാക്ക് ചെയ്യാൻ പറയാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി നമുക്ക് ആർസിമിലൂടെ കിട്ടും. ഇന്ന് വന്ന് നാളെ കിട്ടത്തില്ല. പക്ഷെ നമ്മളൊരു എമറാൾഡിന് മേലെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടും. അടുത്താണ് സെക്യൂരിറ്റി, സുരക്ഷ. നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായാലില്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു സുരക്ഷ അവിടെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാനൊരു ആർമി പേഴ്സണലായിരുന്നു. പട്ടാളത്തിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നതിന്റെ പകുതിയാണ് എനിക്ക് പെൻഷൻ വന്നാൽ കിട്ടത്തുള്ളൂ. ഞാൻ എന്ന വ്യക്തി ഭൂമിയിൽ ഉണ്ടായാൽ മാത്രമേ അത്രയും പെൻഷൻ കിട്ടത്തുള്ളൂ. നാളെ ഞാൻ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് അതിന്റെ പകുതി കിട്ടും. എൻ്റെ ഭാര്യ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ എൻ്റെ മക്കൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതാണ് സുഹൃത്തുക്കളെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ സുരക്ഷ എന്ന് പറയുന്നത്, സെക്യൂരിറ്റി. പക്ഷെ ആർസിമിൽ അങ്ങനെയല്ല. ഞാൻ അതിനൊരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്, കാണുന്നില്ലേ? അതിനൊരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതെന്താ ഞാൻ പിന്നെ കാണിച്ചു തരും. എന്താണ് ആർസിമിന്റെ സുരക്ഷ? ഇതിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് അത്യാവശ്യമുണ്ട്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും ഭർത്താവിനെയും അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ സമയത്ത് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ആർസിമിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്, സുരക്ഷ. അടുത്താണ് ടൈം ഫ്രീഡം. നമുക്കറിയാം, നമ്മുടെ ഗ്രേറ്റ് ഗുരുനാഥൻ CRN മൂർത്തി സാറ് ഏകദേശം ഒരു മാസം സ്പെയിനിൽ പോയി, വിദേശ ടൂറ് പോയി. ആ വിദേശ ടൂറ് പോയ മാസമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടായത്. ഇതാണ് ശരിക്കും ടൈം ഫ്രീഡം. നമ്മൾ ടൂറ് പോയാലും വീട്ടിൽ കിടന്നുറങ്ങിയാലും നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥ. അടുത്താണ് റെസ്പെക്ട്. പല വ്യക്തികളും പല മേഖലയിലും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ ആട്ടും തുപ്പും ചവിട്ടും അല്ലാതെ ഒരു റെസ്പെക്റ്റും കിട്ടുന്നില്ല. 99 വർക്ക് നമ്മൾ നന്നായിട്ട് ചെയ്താലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അവിടെ ആ ഒരു തെറ്റിനെ എടുത്തു കാണിച്ച് നമ്മളെ ക്രൂശിക്കുന്ന സമൂഹമാണ്. ശരിയല്ലേ? വലിയൊരു അല്ലെങ്കിൽ ഒരു വ്യക്തി മുതൽ റെസ്പെക്ട്, അവിടെ ഒരാളുടെയും വർണ്ണഭേദങ്ങളോ മതഭേദങ്ങളോ ഒന്നും കാണിക്കില്ല. എല്ലാവരും പരസ്പരം അന്യോന്യം റെസ്പെക്ട് ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല വ്യക്തികളും, റിട്ടയർമെന്റ് ചെയ്ത പല വ്യക്തികളും ആർസിഎമ്മിന്റെ പ്രോഗ്രാമുകളിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. അവർ പറയുന്നത് എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇവിടെ മനുഷ്യരെ തിരിച്ചറിയും, പരസ്പരം റെസ്പെക്ട് ചെയ്യും. അത് നമുക്ക് ഇവിടെ കിട്ടും. ഇനി റിവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ, അംഗീകാരങ്ങള്. നമുക്കറിയാം ആർസിഎമ്മില് ഒരു ബിഗിനർ ആയാൽ മുതൽ നമുക്കിവിടെ മെഡൽ കിട്ടും, മാല കിട്ടും, അംഗീകാരങ്ങൾ കിട്ടും. മറ്റെവിടെയാണ് കിട്ടുന്നത്? കഴിഞ്ഞ ദിവസം ആറാട്ടുപുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആർസിഎമ്മിന്റെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിനോട് ചേർന്ന് റേഷൻ കടയാണ്. ആ റേഷൻ കടയിലുള്ള ഒരു മേഡം തുടക്കത്തിൽ ആർസിഎമ്മിനെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ ആ ബിൽഡിങ്ങിൽ റേഷൻ കടയും ആർസിഎം ഷോപ്പും മാത്രമേ ഉള്ളൂ. രണ്ടാമതാണ് ആർസിഎം ഷോപ്പ് കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. റേഷൻ കട അതായത് ആർസിഎം ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത അന്ന് തന്നെ ആ മേഡം ആർസിഎമ്മിൽ ജോയിൻ ചെയ്തു. അതുവരേക്ക് അതിനു മുന്നേ ആർസിഎമ്മിൽ നെഗറ്റീവായിട്ട് കണ്ടിരുന്ന ഒരു മേഡമാണ്. ആ മേഡം റേഷൻ കട നടത്തിയിരുന്ന മേഡം ആർസിഎമ്മിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ക്ലാസ്സിന് പോയപ്പോ ബിഗിനറിന്റെ ഒരു മെഡൽ മേഡത്തിന് കൊടുത്തു. 4 ആളുടെ മുന്നിൽ ഒരു മാല ഇട്ട് കൊടുത്തു. അപ്പൊ മേഡം പറഞ്ഞൊരു കാര്യം, ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ റേഷൻ കട നടത്തുന്നു, ഇന്ന് വരെ ഒരാളും റേഷൻ കട നടത്തിയ പേരിൽ മാല ഇട്ട് തന്നിട്ടില്ല, മെഡൽ തന്നിട്ടില്ല. അതിന് ആർസിഎം വരേണ്ടി വന്നു. എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ബിഗിനർ മുതൽ നമുക്ക് അംഗീകാരങ്ങൾ കിട്ടുന്നു. ടൂറ് ട്രാവൽ പോകാനുള്ള അവസരമുണ്ട്. എന്താണ് ടൂറ് പോകാനുള്ള അവസരമുണ്ട് എല്ലാവർക്കും. ഒരുപക്ഷെ ചില ആൾക്ക് ടൂർ പോകാൻ താല്പര്യമില്ല, പക്ഷേ ഒത്തിരി ആളുകൾ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആർസിഎമ്മിലൂടെ കിട്ടും. അപ്പൊ ഞാൻ, എൻ്റെ വൈഫ്, എൻ്റെ മക്കളൊക്കെ ഞങ്ങൾ തായ്ലൻഡ് വരെ ടൂർ പോയി, ആർസിഎമ്മിൽ നിന്ന് പോയതാ. ഞാൻ ആർമിയിലായിരുന്നു കൊണ്ട് ഓൾ ഓവർ ഇന്ത്യ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡ്യൂട്ടിക്ക് വേണ്ടി പോയിരിക്കുന്നത്, ഞാനൊരു ടൂറിന് വേണ്ടിയിട്ട് ആർസിഎമ്മിലൂടെ പോയിരിക്കുന്നത്. മൊത്തം ഇന്ത്യ കറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ ടെൻഷൻ ആയിരിക്കും, അവിടെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്.
പക്ഷെ ആർ സി എമ്മിൽ വന്നിട്ട് ഞാൻ ഇപ്പൊ 9 വർഷമായിട്ട് ഓൾ ഇന്ത്യ കറങ്ങിയിട്ടുണ്ട്. അത് ടൂറിന് വേണ്ടി പോയിരിക്കുന്നത്, വിദേശ ടൂർ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും അതിനു വേണ്ടിയുള്ള ആള്. പീസ് ഓഫ് മൈൻഡ് നമുക്കറിയാം. ഈ പീസ് ഓഫ് മൈൻഡ് ആണ് ആളുകൾക്ക് ഇല്ലാത്തത് അല്ലെ. കാശ് ഇഷ്ടം പോലെ കുന്നുകൂടി കിടക്കുന്നുണ്ട്, പക്ഷെ പീസ് ഓഫ് മൈൻഡ് ഇല്ല. ഇത് നമുക്കിവിടെ ആർ സി എമ്മിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. അടുത്താണ് ഹാപ്പിനെസ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ആർ സി എമ്മിലൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് വേണ്ടവരല്ല ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നമ്മൾ ചെയ്യുന്ന ജോലിയുള്ള അടുത്ത് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർ സി എം ചെയ്യരുത്, നിങ്ങൾ അവിടെ തന്നെ ചെയ്തോളൂ. മണി ഫ്രീഡം ഉള്ള എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ ആർ സി എമ്മിൽ അല്ലാതെ? സുരക്ഷയുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഞാൻ ആ സെക്യൂരിറ്റിയെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സെക്യൂരിറ്റി. കഴിഞ്ഞ ദിവസം എനിക്കൊരു തിരുവനന്തപുരത്ത് കിളിമാനൂർ എനിക്ക് നല്ലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ഹോൾ പ്രോഗ്രാം. ഞാൻ ഒരു ഗസ്റ്റ് ആയിട്ട് പോയ പ്രോഗ്രാമാണ്. അവിടെ ചെന്നപ്പോ ശരിക്കും ആ സെക്യൂരിറ്റി എന്താണ് എനിക്ക് ഫീൽ ചെയ്തു. ഞാനൊരു ഫോട്ടോ നിങ്ങളെ കാണിക്കാം. റിയൽ എക്സാമ്പിൾ ഓഫ് സെക്യൂരിറ്റി ഇൻ ആർ സി എം. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം, കണ്ണ് തുറന്ന് കാണണം. എന്താ കാരണം? ഇതാണ് റിയൽ എക്സാമ്പിൾ. നമ്മൾ രവി ഒ പി ശർമ്മ സാറിന്റെ എക്സാമ്പിൾ ഒക്കെ നോർത്ത് ഇന്ത്യയിൽ കേൾക്കാറുണ്ട് അല്ലെ. ഇത് ഹംസ കുഞ്ഞ് സാർ, ഏകദേശം 10-70 വയസ്സിന് മേലെ ആയ ഒരു വ്യക്തിയാണ് ഹംസ കുഞ്ഞ് സാർ. തിരുവനന്തപുരം സ്വദേശിയാണ്, റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹം ആരോ പറഞ്ഞ് യാദൃശികമായിട്ട് ആർ സി എമ്മിലേക്ക് കടന്നു വരികയും ആർ സി എം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം അദ്ദേഹത്തിന് ആർ സി എം വളരെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം ആർ സി എമ്മിൽ സജീവമാവാൻ തുടങ്ങി. സജീവമായി ഒരു ഷോപ്പ് തുടങ്ങി. അങ്ങനെ അദ്ദേഹം ആർ സി എം ഏറ്റെടുക്കുമ്പോഴൊന്നും അദ്ദേഹത്തിന്റെ ഭാര്യയോ മക്കളോ ഒട്ടും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ആർ സി എമ്മിന്റെ എത്തിക്സ്, ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങള്, ആർ സി എമ്മിന്റെ സിസ്റ്റം, ആർ സി എമ്മിന്റെ ഫ്യൂച്ചർ, ആർ സി എമ്മിന്റെ സുരക്ഷ എന്താണെന്ന് ഹംസ കുഞ്ഞ് സാറിന് മനസ്സിലാവുകയും അദ്ദേഹം ലീഡേഴ്സിന്റെ കൂടെ കട്ടക്ക് നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ടെക്നിക്കൽ അച്ചീവറായി. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം ഹംസ കുഞ്ഞ് സാറ് നമ്മളെ വിട്ടുപിരിച്ചു. 10-70 വയസ്സിന് മേലെ ആയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് മുഹമ്മദ് റാഫി. ഉപ്പ മരിക്കുന്നത് വരെ മകൻ ആർ സി എമ്മിന്റെ ഭാഗത്തേക്ക് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ടെക്നിക്കൽ അച്ചീവർ ആയിട്ടാണ് മരിച്ചത്. എല്ലാ മാസവും 7-ാം തീയതി കൃത്യം ഒരു ടെക്നിക്കൽ അച്ചീവറിന്റെ വരുമാനം അവർക്ക് വരുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആർ സി എമ്മിന്റെ സുരക്ഷ. ഒരു 10-70 വയസ്സുള്ള ഉപ്പ ആർ സി എം ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ പ്രായം നോക്കാതെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തത്. ശരിയല്ലേ? ഇതിന്റെ ഫ്യൂച്ചർ മനസ്സിലാക്കി അദ്ദേഹം പടുതുയർത്തിയ ഒരു വലിയൊരു പ്രസ്ഥാനം, വലിയൊരു ടീം. അദ്ദേഹം മരിച്ചിട്ടും അദ്ദേഹത്തിന്റെ മക്കൾക്ക് വരുമാനം കൊണ്ടുകൊടുത്തു. അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് റാഫി ഗവൺമെന്റ് എംപ്ലോയി ആണ്, ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഗവൺമെന്റ് എംപ്ലോയി ആണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ ആർ സി എമ്മിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം എന്താണ്? ഉപ്പ ചെയ്തു വെച്ച പുണ്യ പ്രവർത്തിക്ക് ഈ മക്കള് അനുഭവിക്കുന്നു. ശരിയല്ലേ? ഇതാണ് യഥാർത്ഥ സുരക്ഷ എന്ന് പറയുന്നത്. 1 രൂപ പോലും കുറയാതെ ടെക്നിക്കൽ അച്ചീവ്മെന്റ് ആരാണോ നോമിനി അത് അവർക്ക് കിട്ടി. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുടയിൽ ഒരു പ്രോഗ്രാം നടന്നപ്പോ വിജയരാജ് സാറിന്റെ കൂടെ മുഹമ്മദ് റാഫി വന്നിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോ മുഹമ്മദ് റാഫി അവിടെ വന്നിരുന്നു. പറയാണ്, ഉപ്പ ചെയ്തു വെച്ച പുണ്യം എന്താണെന്ന് ഇപ്പോഴാണ് ഞാൻ സത്യത്തിൽ മനസ്സിലാക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൽ ഇപ്പോ ഞാൻ പറഞ്ഞു 850ഓളം പേരുണ്ട്. നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ വലിയ പണക്കാരനോ ബിസിനസ്മാനോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ബൈ ചാൻസ് നമ്മളെന്നൊരു വ്യക്തി ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് എന്ത് സുരക്ഷയാണുള്ളത്? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് സുഹൃത്തുക്കളെ ആർ സി എം എന്ന പ്രസ്ഥാനത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുരക്ഷ, സെക്യൂരിറ്റി, ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ആർ സി എം ചെയ്യാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. പല ആളുകളും പലതും പറയും. പക്ഷെ ഇന്ന് 25 വർഷമായിട്ട് ആർ സി എം ഇന്ത്യയിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതിന്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റി കഴിഞ്ഞാൽ
നിങ്ങൾ ചെയ്യുന്ന ജോലി വിടൊന്നും വേണ്ട, ആ ജോലി ചെയ്തോളൂ. പക്ഷെ നമ്മൾ അനാവശ്യമായിട്ട് നശിപ്പിക്കുന്ന സമയം നമ്മൾ ആർസിമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ വരും തലമുറകൾക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യം എന്താണെന്ന് നമ്മൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കണം. നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ചേഞ്ച് ദ ഷോപ്പ്, ചേഞ്ച് ദ ബ്രാൻഡ്. ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുക, ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക. ഈ നന്മ ആളുകളോട് പറയാ. എല്ലാവരും സ്വീകരിക്കൊന്നുമില്ല, എല്ലാവരും സ്വീകരിക്കേണ്ട. നമ്മളെ വിശ്വസിക്കുന്ന ആളുകൾ സ്വീകരിക്കും. പതുക്കെ പതുക്കെ നമ്മൾ മുന്നോട്ട് പോകും. ശരിയല്ലേ? നാളെ നിങ്ങളുടെ കുടുംബത്തിന് ഇതേപോലെ വലിയൊരു സുരക്ഷ കിട്ടാനുള്ള അവസരമുണ്ട്. ഇത് മനസ്സിൽ കണ്ടിട്ട് വേണം പോകാനായിട്ട്. ഇപ്പൊ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ ആർസിഎം ഏറ്റെടുക്കുക. ഇനി എങ്ങനെയാണ് ഈ സുരക്ഷ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുക? നമ്മൾ പറയാറുണ്ട്, വട്സാർ പറയാറുണ്ട്, സക്സസ് ലവ് സ്പീഡ്, അല്ലെ? സക്സസ് സ്പീഡിനെയാണ് ലവ് ചെയ്യുന്നത്. ഞാൻ 10 വർഷമായി ആർസിഎമ്മിൽ ഒന്നും നേടിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ 5 വർഷമായിട്ട് ഇങ്ങനെ എത്തില്ല, പക്ഷേ 4 മാസം കൊണ്ട് ഞാൻ സ്റ്റാറായി എന്ന് പറയുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. 1 വർഷം കൊണ്ട് ഞാൻ റോയൽറ്റി ആയി, 1.5 വർഷം കൊണ്ട് ഞാൻ ടെക്നിക്കലായി. കഴിഞ്ഞ ദിവസം റഫീഖ് പയ്യോളി സാറിന്റെ വൈഫ് പറഞ്ഞു 24 മാസം കൊണ്ട് സ്റ്റാർ പേൾ അച്ചീവർ ആയി. അപ്പോഴാണ് പല ആളുകളും പറഞ്ഞത് ഞാൻ 10 വർഷമായിട്ട് എനിക്ക് ഒന്നും നേടാൻ പറ്റിയില്ല. അപ്പൊ എവിടെയാ പ്രശ്നം? ആർസിഎമ്മിലാണോ പ്രശ്നം? നമ്മളിലാണോ പ്രശ്നം? പ്രശ്നം അവനവനിലാണ്. ആർസിഎം എല്ലാവർക്കും സജ്ജം, അതായത് എല്ലാവർക്കും വേണ്ടി ഈക്വൽ ആണ്. ആർസിഎം സജ്ജമാണ്. ആർസിഎം എല്ലാവർക്കും ഒരേ അവസരമാണ് നൽകുന്നത്. പക്ഷേ നമ്മൾ അതിനെ മനസ്സിലാക്കുന്ന രീതിയും പ്രവർത്തിക്കുന്ന രീതിയും വ്യത്യാസമുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ അത്യാവശ്യക്കാരനായത് കൊണ്ടാണ് ഇന്ന് ഞാൻ 52 മാസം കൊണ്ട് സ്റ്റാർ എമറാൾഡായിട്ട് മാറിയത്. ഞാൻ അത്യാവശ്യക്കാരനായിരുന്നു. ആർസിഎം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ അന്ന് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് എനിക്ക് ചെയ്യാൻ പറ്റും. ജനങ്ങൾക്ക് ആർസിഎം ആവശ്യമുണ്ട്, എനിക്കും ആവശ്യമുണ്ട്. ആവശ്യക്കാരിലേക്ക് ഈ പ്രസ്ഥാനം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ശരിയല്ലേ? നമ്മളിത് ഈ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏറ്റവും മുന്നേ നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ വീട്ടുകാരും ബന്ധുക്കളൊക്കെ ആയിരിക്കും. കാരണം എന്താണ്? ഒരു ബിസിനസ് പാരമ്പര്യം ഇല്ലാത്ത ഒരു വ്യക്തി ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ വിജയിക്കുമോ? പലരും പലതും പറയും. പലരും പലതും പറയുന്നത് കേട്ട് നമ്മൾ പിന്തിരിഞ്ഞാൽ ആർക്കാ നഷ്ടം? പിന്തിരിയുന്ന വ്യക്തിക്ക് മാത്രമാണ് നഷ്ടം. ശരിയല്ലേ? ഞാൻ തുടക്കത്തിൽ ആർസിഎം പറഞ്ഞപ്പോ എൻ്റെ കൂടെ കട്ടക്ക് നിന്നവരൊക്കെ ഇന്ന് 1 ലക്ഷവും 2 ലക്ഷവും 75,000 50,000 വരുമാനം മേടിക്കുന്ന ആളുകളാണ്. ഞാൻ അന്ന് പറഞ്ഞിട്ട് കേൾക്കാത്തവരൊക്കെ ഇന്ന് അവരതേ പണി ചെയ്ത് ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടാണ് ചെയ്യുന്നത്. ശരിയാണ്, നമ്മുടെ ആളുകൾ പറയുമ്പോൾ നമുക്കൊരു വേദന തോന്നും. അതൊന്നും കാര്യമാക്കണ്ട, മുന്നോട്ട് പോവാ. ഒരു സ്വർണത്തിന്റെ പ്രതിമയും ഒരു ഇരുമ്പിന്റെ പ്രതിമയും, രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരാ. ഒരു സ്വർണ്ണ പ്രതിമ, ഒരു ഇരുമ്പിന്റെ പ്രതിമ, രണ്ടും ഭയങ്കര കൂട്ടുകാരാ. ഇപ്പൊ രണ്ടാളും സംസാരിക്കുകയാണ്. സ്വർണ്ണ പ്രതിമ ഇരുമ്പിന്റെ പ്രതിമയോട് പറയാണ്, എന്നെ ഉണ്ടാക്കുന്നതും ഇരുമ്പിന്റെ ചുറ്റിയ കൊണ്ടാണ്, നിന്നെ ഉണ്ടാക്കുന്നതും ഇരുമ്പിന്റെ ചുറ്റിയ കൊണ്ടാണ്. അതായത് സ്വർണത്തെ രൂപം വരുത്തുന്നതും ഇരുമ്പിന്റെ ചുറ്റിയ കൊണ്ട് അടിച്ചിട്ടാണ്, ഇരുമ്പിനെ രൂപം വരുത്തുന്നതും ഇരുമ്പിന്റെ ചുറ്റിയ കൊണ്ട് അടിച്ചിട്ടാണ്. പക്ഷേ എന്നെ അടിക്കുമ്പോ ഞാൻ അധികം കരയാറൊന്നുമില്ല. ആര്? സ്വർണം പറയാണ്. നിന്നടിക്കുമ്പോ നീ ഭയങ്കര ബഹളാണല്ലോ, നീ ഒച്ച വയ്ക്കാണല്ലോ എന്ന് ഇരുമ്പിനോട് സ്വർണം പറയാണ്. അപ്പോ ഇരുമ്പ് പറയാണ്, അവനവന്റെ ആളുകള് അവനവനെ അടിക്കുമ്പോഴേ ഇത്തിരി വേദന കൂടുതലാണ്. എന്താണ്? ഇരുമ്പ് കൊണ്ട് സ്വർണത്തുമ്പോ അടിക്കുമ്പോ വലിയ സൗണ്ട് ഒന്നുമില്ല, പക്ഷെ ഇരുമ്പിനെ അടിക്കുമ്പോ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അല്ലെ? ശരിയാണോ? അപ്പൊ അവനവന്റെ ആളുകൾ അവനവനെ പറയുമ്പോ, അവനവനെ കുത്തുമ്പോ വേദന കൂടുതലായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ആർസിഎം ചെയ്യാൻ ഇറങ്ങുമ്പോൾ പലരും പലതും പറയും. വിഷമിക്കേണ്ട. നാളെ നിങ്ങൾ സക്സസ് ആയി വരുമ്പോ അവരൊക്കെ പറയും, എന്നാലും അവൻ ചെയ്തതായിരുന്നു ശരി. ഇപ്പൊ തള്ളി പറയുന്ന ആളുകളൊക്കെ അന്ന് നമ്മളെ ശരിവെക്കും. കേട്ടോ? അപ്പൊ നമുക്ക് സ്പീഡിൽ അച്ചീവ്മെന്റ് വരാനായിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം.
ഒട്ടും സമയം കളയുന്നില്ല, കറക്റ്റ് നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. ഡയമണ്ട് ക്ലബ്, ഡിസ്പ്ലേ വാൾ, ഡ്യൂപ്ലിക്കേഷൻ. നമുക്കറിയാം പലവരും നമ്മൾ കേട്ടിരിക്കുന്ന ഒരു ഫോർമുലയാണ് ഡയമണ്ട് ക്ലബ്, ഡിസ്പ്ലേ വാൾ, ഡ്യൂപ്ലിക്കേഷൻ. പക്ഷെ കുറച്ചും കൂടി ഞാൻ അതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോവാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഫ്യൂച്ചർ എന്താണ്? കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് കേട്ടപ്പോൾ മൂർത്തി സാറാണ് പറഞ്ഞത്, ഗിരീഷ് സാർ ഇത് ഓൾ കേരള പ്രോഗ്രാമിൽ ഒന്നുകൂടെ സാർ അവതരിപ്പിക്കണം. കാരണം ശരിക്കും ഒരു ഡിസ്പ്ലേ വാളിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് പല വ്യക്തികൾക്ക് അറിയില്ല. ലീഡർ പറഞ്ഞു ഡിസ്പ്ലേ വാൾ ചെയ്തു, ലീഡർ പറഞ്ഞു ഡയമണ്ട് ക്ലബ് ചെയ്തു. പക്ഷെ അതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴും 90% ആളുകൾക്ക് അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂര് ഒരു ക്ലാസ് കൊടുത്തപ്പോ 2-3 പേര് വന്നിട്ട് പറഞ്ഞു, സാറേ ഡിസ്പ്ലേ വാൾ ചെയ്താൽ ഇത്രയധികം ഗുണങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്റെ ലീഡർ പറഞ്ഞപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ സാറിന്റെ ഈ ഒരു ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്ര അധികം ഗുണങ്ങളുണ്ട്. ഞാൻ എന്നേ ചെയ്യേണ്ടതായിരുന്നു. ഈ മാസം തന്നെ 3-4 പേര് ചെയ്യാനുള്ള തീരുമാനം എടുത്തു. എന്റെ ടീമിലുള്ളവർ മാത്രമല്ല, വേറൊരു സാർ എന്നോട് പറഞ്ഞു, സാറേ ഡിസ്പ്ലേ വാളിന് ഇത്രയധികം ഗുണമുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത്ര സിമ്പിൾ ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളോട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നമുക്ക് മനസ്സിലായി, നമ്മൾ ചെയ്യുന്നു, പക്ഷെ നമ്മുടെ കൂടെ വന്ന ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇന്നത്തെ ഒരു വീഡിയോ റെക്കോർഡാണ്, ഇത് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം RCMൽ 6 തരം വരുമാനം കിട്ടും. 6 ടൈപ്പ് ഓഫ് ഇൻകം RCMൽ കിട്ടുന്നുണ്ട് ഈ മല്ലി മുളകൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ആദ്യത്തെയാണ് ഇൻകം ഫ്രം സെൽഫ് യൂസ്, സ്വന്തം ഉപയോഗത്തിലൂടെ. റീറ്റെയിൽ സെയിൽസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഇൻകം ഫ്രം കൺസിസ്റ്റൻസി പർച്ചേസ്, നമ്മൾ 6 മാസം കൺസിസ്റ്റന്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റും കിട്ടും, ക്യാഷ് പ്രൈസും കിട്ടും. ഇൻകം ഫ്രം ഔട്ട്ലെറ്റ്, RCMന്റെ ഷോപ്പുകൾ ഇട്ടുകൊണ്ട് നമുക്ക് RCMന്റെ വരുമാനം ഉണ്ടാക്കാം. നെക്സ്റ്റ് ആണ് ഇൻകം ഫ്രം ഓൾ ഇന്ത്യ കമ്പനി ടേൺ ഓവർ, മന്ത്ലി ബോണസ് ആൻഡ് ഇയർലി ബോണസ്, കമ്പനി ടേൺ ഓവറിന്റെ ബേസിലാണ് നമുക്കത് കിട്ടുന്നത്. ലാസ്റ്റ് ഇൻകം ആണ് ഇൻകം ഫ്രം ടീം ബിൽഡിംഗ് അഥവാ നെറ്റ്വർക്കിംഗ്, ജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഇതിൽ ഏറ്റവും വലിയ വരുമാനം വരുന്നത് നമുക്ക് 6ാമത്തെ വരുമാനമാണ്. അതായത് നമ്മുടെ വീട്ടിലേക്ക് മല്ലിയും മുളകും ഉപ്പും വാങ്ങിയാലും നമ്മളൊരു കൺസ്യൂമർ ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനമാണ് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ, എന്താ പറയാ, ഒരു കുറെ കാര്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ടൈം ഫ്രീഡം, മണി ഫ്രീഡം, അതൊക്കെ കിട്ടുന്നത് ഈ 6ാമത്തെ കാര്യം ചെയ്യുമ്പോഴാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇത് കിട്ടുക. അങ്ങനെ നമ്മൾ ആ വരുമാനം എന്ന് പറയുന്നത് 21 പടികൾ കയറാനുള്ള ഒരു അവസരമാണ് നമുക്ക്. 1000 രൂപ വരുമാനം കിട്ടുന്ന ബിഗിനർ മുതൽ സ്റ്റാർട്ടർ, ഓപ്പണർ, ഈഗിൾ, റണ്ണർ, വിന്നർ അങ്ങനെ തുടങ്ങി സ്റ്റാർ, ഡയമണ്ട് വരെ 21 സ്റ്റെപ്സ് ഉണ്ട്. അതില് ഞാനും ഒരു നാൾ നിങ്ങളെ പോലെ തന്നെ ഒരു സ്റ്റെപ്പിലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് 15ാമത്തെ പടിയിലാണ് നിൽക്കുന്നത്. 15ാം പടി. മൂർത്തി സാർ, നമ്മുടെ മഹാനായ സഫയർ CRN മൂർത്തി സാർ എത്രാം പടിയിലാണെന്നറിയോ? 18ാം പടിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, സഫയർ എന്ന് പറഞ്ഞാൽ 18ാമത്തെ പടിയാണ്. ഓക്കെ, അപ്പോ ഞാൻ മൂർത്തി സാറിനെ കാണുന്ന സമയത്ത് മൂർത്തി സാർ എമറാൾഡ് ആയിരുന്നു. അന്ന് ഞാൻ ബിഗിനറോ സ്റ്റാർട്ടർ ആയിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ സ്റ്റാർ എമറാൾഡ് ആണ്, മൂർത്തി സാർ സഫയർ ആണ്. ഓക്കെ, അപ്പൊ ഏതൊരാൾക്കും ഇതിലൂടെ സക്സസ് ആവാൻ പറ്റും, ആൺ പെൺ ഭേദങ്ങളില്ല. അപ്പൊ 21 പടികൾ കയറാനാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ ബിഗിനർ, സ്റ്റാർട്ടർ, ഓപ്പണർ, ഈഗിൾ, റണ്ണർ, വിന്നർ, സ്റ്റാർ, ഗോൾഡ്, സ്റ്റാർ ഗോൾഡ്, പ്ലാറ്റിനം, സ്റ്റാർ പ്ലാറ്റിനം, പേൾ, സ്റ്റാർ പേൾ, എമറാൾഡ്. ഇതെന്തിനാ ഇതുവരെ കാണിച്ചിരിക്കുന്നതെന്ന് അറിയോ? ഇതുവരെ കാണിച്ചിരിക്കുന്നത് ഒരു 1,00,000 രൂപ തന്നെ ഉണ്ടെങ്കിലാണ് ഇത് നമ്മുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. ഞാൻ RCMലേക്ക് വന്നപ്പോ ഡിസൈഡ് ചെയ്തൊരു ലെവലാണ് എമറാൾഡ് ആവണം. എമറാൾഡ്. എത്ര പേർക്ക് എമറാൾഡ് ആവണം? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റോ? നോക്കട്ടെ. 1,00,000 വരുമാനം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും ആക്റ്റീവ് ആണോ എന്ന് അറിയണ്ടേ? വാവ്, ഏകദേശം 900 പേര് ഇരിക്കുന്നുണ്ട്.
ഗുഡ്. ഇത്ര അധികം എമറാൾഡുമാരായി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഗുഡ് ഗുഡ് ഗുഡ്, സൂപ്പർ സൂപ്പർ, അടിപൊളി. എല്ലാവരും ആക്റ്റീവ് തന്നെ. ഞാൻ എല്ലാവരും കയ്യും താത്തട്ടെ കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോ ഇത്രയധികം പേർ എമറാൾഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതാവും. എന്താ കാരണം? ഇന്ന് ആർസ്യം 25 വർഷം എത്തി നിൽക്കുമ്പോ സൗരവ് സാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, 25 വർഷം കൊണ്ടുണ്ടായ ഒരു വളർച്ച അടുത്ത 5 വർഷം കൊണ്ട് ഉണ്ടാവുന്നല്ല പറഞ്ഞത്. 25 വർഷം കൊണ്ടുണ്ടായ വളർച്ച അടുത്ത 5 വർഷം കൊണ്ട് 5 ഇരട്ടി വളരും. ഒരു സംശയമില്ല. നിങ്ങൾക്കറിയാം ഈ മാസം തന്നെ എത്ര ഷോപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു? എത്ര പേർക്ക് അറിയാം? മൊത്തം കേരളത്തിൽ എത്രയോ ഷോപ്പുകളാണ് ഉദ്ഘാടനം. ഓരോ ദിവസവും പുതിയ പുതിയ ഷോപ്പുകളാണ് വരുന്നത്. എന്റെ ടീമിൽ തന്നെ ഏകദേശം 20 ഷോപ്പ് ഈ മാസം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഈ മാസം അടുത്ത മാസം കൂട്ടിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോണ്. ജനുവരി 1-ാം തീയതി തുടങ്ങാണ് ഉദ്ഘാടനം. ആർസ്യം എത്ര ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. മുന്നൊന്നും ആളുകളുടെ കയ്യിൽ എന്താ പറയാ ഷോപ്പ് ഇടാനായിട്ട് പൈസ ഉണ്ടായിരുന്നില്ല. ഇന്ന് പൈസയുടെ ഒരു കുറവില്ല, സ്ഥലമില്ല എന്നുള്ളൂ ഞങ്ങളുടെ ഏരിയയിൽ. അപ്പൊ ആ രീതിയിലേക്ക് ആർസ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും മൈൻഡ് സെറ്റ് ചെയ്യുക. ഒരു എമറാൾഡ് ആവുന്നത് വരെ 1 ഇഞ്ച് ബാക്കിലേക്ക് പോവാതെ പ്രവർത്തിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മാർഗം അതാണ് ഡിസ്പ്ലേ വാൾ. അതിനെ ഹോം ഷോപ്പ് എന്ന് പറയാം. എന്റെ ഭാഷയിൽ ഞാൻ മാജിക് കോർണർ എന്നാണ് ഇതിനെ പറയാ. ഡിസ്പ്ലേ വാളിനെ ഞാൻ എന്താ പറയാ? മാജിക് കോർണർ. ഇതൊരു മാജിക് ആണ്. എന്റെ വീട്ടിൽ അന്നും ഡിസ്പ്ലേ വാൾ ഉണ്ട്, ഇന്നും ഡിസ്പ്ലേ വാൾ ഉണ്ട്. എന്റെ ഡിസ്പ്ലേ വാൾ എന്നും ഞാൻ സജ്ജീകരിച്ചാണ് വെക്കുന്നത്. അതൊരു ടൂളാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഡിസ്പ്ലേ വാളിന്റെ മേന്മ. നമുക്കറിയാം ആർസിഎമ്മിൽ ഏകദേശം 5000-ന് മേലെ പ്രൊഡക്റ്റ് ഉണ്ട്. എത്രയാന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് തുടങ്ങി ഗുഡ് നൈറ്റ് ഉപയോഗിക്കാനുള്ള എല്ലാ പ്രൊഡക്ട്സും ആർസിഎമ്മിലുണ്ട്. മല്ലി, മുളക്, മഞ്ഞൾ, നമുക്കറിയാം. പുതിയ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്നേക്കാളും വില കുറവ്, ക്വാളിറ്റി, ഇന്ത്യൻ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാനുള്ള ഒരു അവസരം, ദെൻ ഓപ്പർച്യൂണിറ്റി. മിലിറ്ററി ക്യാൻറ്റീനിൽ ഇതൊന്നും കിട്ടത്തില്ല. അതേപോലെ തന്നെ നമുക്കറിയാം ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആർസിഎമ്മിന്റെ ഷോപ്പുകളിൽ പോയി വാങ്ങണം. ചേഞ്ച് ദ ഷോപ്പ്, ചേഞ്ച് ദ ബ്രാൻഡ്. ആർസിഎമ്മിന്റെ ഒരുപാട് ഷോപ്പുകൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത ഫസ്റ്റ് ഞാൻ കാണിച്ച ഈ ഷോപ്പാണ് നമ്മുടെ മഹാനായ സ്റ്റാർ റൂബി സുജിത് സാറിന്റെ ആർസിഎം ഷോപ്പാണ്. ആദ്യത്തെ ഷോപ്പ്. ഇന്നും ആ ഷോപ്പിലൂടെ സ്റ്റാർ റൂബി ആയി അല്ലേ നമ്മുടെ സുജിത് സാറ്. ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിന് മലയാളം മാത്രമേ അറിയുള്ളൂ, പക്ഷെ അദ്ദേഹത്തിന് ആർസിഎമ്മിന്റെ ഫോർമുല പിടുത്തം കിട്ടി. ഇന്ന് ആർസിഎമ്മിന്റെ ഫോർമുല പിടുത്തം കിട്ടാത്തവരാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ആ ആർസിഎമ്മിന്റെ ഫോർമുല ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇത് റഷീദ് മഞ്ചേരി സാറ് ഇട്ട ഒരു ഫോട്ടോ ആണ്. പുതിയൊരു ആർസിഎം ഷോപ്പ് കോഴിക്കോട് വന്നതാണ്, ഓമശ്ശേരി. അപ്പൊ ഈ ഷോപ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പർച്ചേസിങ് മാർക്കറ്റിൽ നിന്ന് മാറ്റി ആർസിഎമ്മിൽ നിന്നാക്കണം. ആർസിഎമ്മിൽ അല്ലാത്ത ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, അതാണ് നല്ലത്. അതേപോലെ തന്നെ ഇത് കോഴിക്കോട് വണ്ടർവേൾഡ് ആണ് അല്ലെ? ഇന്ന് എത്രയോ വണ്ടർവേൾഡുകൾ വന്നു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം അടൂര് മനോഹരമായ ആർസിഎം വണ്ടർവേൾഡ് വന്നു. ആലുവയില് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന വണ്ടർവേൾഡ് ആലുവയിലുണ്ട്. നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് വണ്ടർവേൾഡ് പ്രൈം നമുക്ക് എറണാകുളം സൗത്തിലുണ്ട്. വിനോദ് സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കാണുന്നു. എനിക്ക് തോന്നുന്നു ഷോപ്പിൽ നിന്ന് പോയിട്ടില്ല വിനോദ് സാർ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. ലുലു മാൾ ഉണ്ട്, മൂലൻസ് ഉണ്ട്, റിലയൻസ് ഉണ്ട്, ഡിമാർട്ട് ഉണ്ട് അല്ലെ? അവിടെ ഒന്നും പോയിട്ട് നമുക്കൊരു ഗുണമില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ആർസിഎം ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ ഇതേപോലെ നല്ലൊരു ഡിസ്പ്ലേ സെറ്റ് ചെയ്യാം. എന്താ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? ഷാജു സാർ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണ്ടല്ലോ, എന്താണ്? ക്ലിയർ ആണല്ലോ സാർ. ക്ലിയർ അല്ലേ? ആ, നമ്മൾ അങ്ങനെ ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2 മാസത്തെ ഉൽപ്പന്നം ഒരുമിച്ച് മേടിക്കുക. നമുക്കറിയാം ഏതൊരു വീട്ടുകാരായാലും ഈ സിമ്പിൾ എന്താണെന്ന്, ഈ സിംപ്ലിസിറ്റി നമ്മൾ ഒരാളെ പറഞ്ഞു കൊടുക്കണം. ഡിസ്പ്ലേ വാൾ ചെയ്യാനല്ല പറയേണ്ടത്, അതിന്റെ ഉപരി ഇത് എത്ര സിമ്പിൾ ആണെന്ന് കാണിക്കണം.
നമ്മൾ എന്തായാലും നമ്മൾ ഒരു മാസം 5000-6000 രൂപയുടെ ഉൽപ്പന്നം സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് മേടിക്കും അല്ലെ? ഒരു 4 പാക്കറ്റ് ഓയിൽ മേടിക്കാത്ത ഒരു കുടുംബവും ഇല്ല. ഒരു 2 കിലോ സോപ്പ് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തറ തുടയ്ക്കുന്നത്, ബാത്റൂം കഴുകുന്നത് അല്ലെ, ചന്ദനത്തിരി, എന്താ പറയാ, ഈ രീതിയിലുള്ള ഡെയിലി യൂസ് പ്രൊഡക്ട്സ് നമ്മൾ എന്തായാലും ഒരു 5000-6000 രൂപയുടെ മാർക്കറ്റിൽ നിന്ന് മേടിക്കും, എല്ലാ മാസവും മേടിക്കും. അതേ ഉൽപ്പന്നം നമ്മൾ എന്ത് ചെയ്യണം? ആർസിഎമ്മിന്റെ ഒരു ഐഡിയ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആർസിഎമ്മിലൂടെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, 21 പടികൾ കയറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 2 മാസത്തെ ഉൽപ്പന്നം ഒരുമിച്ച് മേടിക്കുക. സിമ്പിൾ, വെരി സിമ്പിൾ. 2 മാസം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കേണ്ട ഉൽപ്പന്നം ഒരുമിച്ച് മേടിക്കുക. ഏകദേശം ഒരു 10000 രൂപയുടെ ഉൽപ്പന്നം നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ മിനിമം 10000 രൂപയുടെ ഉൽപ്പന്നം മേടിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ ഇതേപോലെ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഡിസ്പ്ലേ സെറ്റ് ചെയ്യണം. ഇനി അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യണം. ഇത് എന്റെ വീട്ടിലത്തെ ഡിസ്പ്ലേ വാളാണ്, എന്റെ സ്വന്തം ഡിസ്പ്ലേ വാളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയുണ്ട് ഡിസ്പ്ലേ വാള്? ഇത് ഞാൻ സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇന്ന് എനിക്ക് എന്റെ അയൽക്കാർ മാത്രമല്ല ഉപയോഗിക്കുന്നത്. അയൽക്കാരെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ഈ ഡിസ്പ്ലേ വാൾ ഇടുന്നത്. പലവർക്കും തെറ്റിദ്ധാരണയുണ്ട്, എന്റെ അയൽക്കത്തുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഡിസ്പ്ലേ. അല്ല, ആർസിഎമ്മിന്റെ ഡിസ്പ്ലേ വാൾ എന്ന് പറഞ്ഞത് ഒരു ടൂളാണ്, ഒരു ആയുധമാണത്. ഞാൻ ഈ ഡിസ്പ്ലേ വാൾ കാണിച്ച് ഇന്ന് കേരളത്തിൽ ഉടനീളം എത്രയോ സ്ഥലങ്ങളിൽ എന്റെ ഡിസ്പ്ലേ വാളിന്റെ വീഡിയോ കാണിച്ചിട്ട് ഡിസ്പ്ലേ വാൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ കേരളത്തിന് പുറത്തു പോലും പല ബിസിനസ്സും എന്റെ ആരംഭിച്ചിട്ടുള്ളത് ഞാൻ ഈ ഡിസ്പ്ലേ വാൾ കാണിച്ചിട്ടാണ്. അപ്പോ ഡിസ്പ്ലേ വാൾ ഒരു ടൂളല്ലേ? അല്ലാതെ നമ്മുടെ അയൽക്കാർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ വാൾ സെറ്റ് ചെയ്യുക. ഇനി പലവരും പറയും, ഞാൻ സാധാരണക്കാരനാണ് സാറേ, എന്റെ വീട്ടിൽ ഇതേപോലെ ഷോക്കേസ് ഇല്ല. നോ പ്രോബ്ലം. നോക്കൂ, ഈ ഒരു ഡിസ്പ്ലേ വാൾ കണ്ടോ? ഇതെന്താണ്? ഒരു സാധാരണ വീട്ടില് ചെറിയൊരു അലമാര, പിന്നെ ടേബിൾ ഇട്ടിട്ട് ആ ടേബിളിന്റെ മേലെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് വലിയ വീടാണോ ചെറിയ വീടാണോ ഡസന്റ് മാറ്റർ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ 2 മാസത്തെ ഉൽപ്പന്നം വാങ്ങുക, നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും അത് സെറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം എന്റെ ടീമിൽ ഒരു ഡിസ്പ്ലേ വാള് ഞാൻ ഉദ്ഘാടനത്തിന് പോയി. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മാഡം കേരള ലെവല് അത്ലറ്റ് ആണ്. 10-65 വയസ്സായ ഒരു മാഡമാണ്, പ്രസന്ന മാഡം. അത്ലറ്റ് ആണ്. ഒരുപാട് ട്രോഫികള്, മെഡലുകള് മാഡത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആള് സെറ്റ് ചെയ്തിരിക്കുന്നത് വേറെ എങ്ങുമല്ല, വടകരയിലാണ്. വടകരയില് പ്രസന്ന മാഡം ആണ്. പ്രസന്ന മാഡത്തിന്റെ വീട്ടില് ഡിസ്പ്ലേ വാള് സെറ്റ് ചെയ്തിരിക്കുന്നത് വർഷങ്ങളോളം മാഡം ഓടിക്കിട്ടിയ മെഡലുകളും ട്രോഫികളും ഇരുന്ന വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള വലിയൊരു ഷോക്കേസ് നിറച്ച് മെഡലുകളും ട്രോഫികളായിരുന്നു. അപ്പോൾ വടകരയുള്ള നമ്മുടെ സലിം സാറുണ്ട്, സലിം സാറിന്റെ ആർസിഎം വണ്ടർവേൾഡൊക്കെ ഉണ്ട്. സലിം സാർ പറഞ്ഞു, മാഡം ഇവിടെയാണ് നമ്മൾ ഡിസ്പ്ലേ വാള് സെറ്റ് ചെയ്യേണ്ടത്. പ്രസന്ന മാഡം എന്താ ചെയ്തെന്നറിയോ? ആ മെഡലുകളും ട്രോഫികളും ഒക്കെ അവിടെ നിന്ന് മാറ്റി അവിടെ നമ്മുടെ ഈ ജീവനുള്ള ഉൽപ്പന്നങ്ങൾ കണ്ട് സെറ്റ് ചെയ്തു. ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും ചെയ്യും അങ്ങനെ? നമ്മുടെ വീടുകളിൽ എന്താണ് ഷോക്കേസിലുള്ളത്? ജീവനില്ലാത്ത വസ്തുക്കളാ അല്ലെ? വർഷങ്ങൾ മുന്നേ കിട്ടിയ ജീവനില്ലാത്ത തത്ത, കല്യാണം കഴിച്ചപ്പോ കിട്ടിയ ബൊക്ക, ഒരു ഗുണമില്ലാത്ത സാധനങ്ങൾ അതിലിരിക്കുന്നത്, ഒരു ജീവനില്ലാത്ത സാധനങ്ങളാ. അതൊക്കെ എടുത്ത് മാറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാം എടുത്ത് മാറ്റി പറ്റുമെങ്കിൽ നമ്മുടെ ആർസിഎമ്മിന്റെ തുളസി, എന്താ പറയാ, ഒവേര പെയിന്റ് വാങ്ങി ഒന്ന് അടിച്ച് അവിടെ ഈ ഡിസ്പ്ലേ സെറ്റ് ചെയ്യും. ഡിസ്പ്ലേ സെറ്റ് ചെയ്യുക. എന്താണ് മാജിക് നോക്കി? ഒരു ഡിസ്പ്ലേ സെറ്റ് ചെയ്താലുള്ള ഗുണം എന്താന്ന് നോക്കി? ആക്ടിവിറ്റീസ് ബിഫോർ ഓപ്പണിംഗ് ഡിസ്പ്ലേ. നമ്മൾ ഈ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ എന്താ ചെയ്യേണ്ടത്? വിസിറ്റ് ദ ഫാമിലി വെൽ ഇൻ അഡ്വാൻസ്. നമ്മൾ ഏത് വീട്ടിലാണോ ഡിസ്പ്ലേ വാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീട്ടില് അവരുടെ ലീഡർ ഒന്ന് വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്തിട്ട് എന്താണ്? കൺവിൻസ് ദം അബൌട്ട് ദ സ്കോപ്പ് ഓഫ് ഡിസ്പ്ലേ വാൾ. ആ വീട്ടുകാർക്ക് നമ്മൾ ഇതിന്റെ അവസ്ഥ
അവസരം പറഞ്ഞു കൊടുക്കണം. ഒരു പക്ഷെ ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഭർത്താവ് അത്ര ആക്റ്റീവ് ആയിരിക്കില്ല, ഭാര്യയും ഭർത്താവും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മക്കൾ അത്ര ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? തൊട്ടടുത്തൊരു ലീഡർ അവരുടെ വീട്ടിൽ പോയിട്ട് അവരോട് ഇതിന്റെ അവസരം പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവർ കൺവിൻസ് ആവും. ഫൈൻഡ് എ സൂട്ടബിൾ ലൊക്കേഷൻ ഇൻസൈഡ് ദ ഹൗസ്. അപ്പൊ നമ്മൾ വീടിന്റെ ഉള്ളിൽ ഈ ഡിസ്പ്ലേ വാള് സെറ്റ് ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അവർക്ക് അറിയില്ല, അവർക്ക് ഐഡിയ ഇല്ല, പുതിയ ആൾക്ക് അറിയില്ല. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിയത് എവിടെ സെറ്റ് ചെയ്ത് കൊടുത്താലാണ് അവർക്ക് കൂടുതൽ ഗുണം ചെയ്യാന്ന് ആസ് എ ലീഡർ, നമ്മൾ ലീഡർ നൽകി നമ്മൾ അവർക്ക് അഡ്വൈസ് ചെയ്യണം. ഇന്ന സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യാം. ഫൈൻഡ് എ പ്ലേസ് ടു കണ്ടക്ട് ദ ഡിസ്പ്ലേ വാൾ ഇനോഗ്രേഷൻ ഇൻസൈഡ് ദ ഹൗസ്. അതായത് ആ വീടിനുള്ളിൽ തന്നെ ആയാൽ ഏറ്റവും നല്ലത്. നമ്മൾ മാക്സിമം അതിന്റെ ഒരു ക്ലാസ് കൊടുക്കേണ്ടത് വീടിന്റെ ഉള്ളിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം എന്താണ്? ആളുകളുടെ ശ്രദ്ധ പുറത്തേക്ക് പോവില്ല. അപ്പൊ നമ്മൾ ഡിസ്പ്ലേ വാള് ഉള്ളിൽ സെറ്റ് ചെയ്യിക്കണം, കടന്നു വരുന്ന സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യിച്ചാൽ ഏറ്റവും നല്ലത്. കാരണം ഏതൊരാള് നിങ്ങളുടെ വീട്ടിൽ വന്നാലും ഫസ്റ്റ് വാതിൽ തുറക്കുമ്പോൾ കാണേണ്ടത് ഡിസ്പ്ലേ വാളാണ്. ആ രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ കാണുന്ന എൻ്റെ ഡിസ്പ്ലേ വാളാണ്, എൻ്റെ ഹോം ഷോപ്പാണ്. അതിന് ഹോം ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവര് ചോദിക്കുന്നത് എന്താണ് ഗിരീഷ്, പട്ടാളക്കാരൻ ഇവിടെ കച്ചവടം തുടങ്ങിയോ? അപ്പൊ ഞാൻ പറയും, ഇത് നല്ല ഉൽപ്പന്നങ്ങളല്ല, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്, ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോവും. ഇത് കണ്ടില്ലെങ്കിലോ? നമ്മൾ പറയില്ലേ, ജോ ദിക്താ ഹേ ഓ ബിക്താ ഹേ, കാണുന്നത് വിൽക്കപ്പെടുള്ളൂ. ജോ ബോൽത്താ ഹേ ഉസ്കാ ജാദാ ബിക്താ ഹേ, പറയുന്നവരെ കൂടുതൽ കച്ചവടാവും. ജോ സച്ച് ബോൽത്താ ഹേ ഉസ്കാ ബാർ ബാർ ബിക്താ ഹേ, സത്യം പറയുന്നവരെ വീണ്ടും വീണ്ടും കച്ചവടാവും. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ 3 ഗുണങ്ങളാണ്. ഷോ ചെയ്യും, പിന്നെ നമ്മൾ ആളുകളോട് പറയും, നമ്മൾ സത്യം പറയണം. അപ്പൊ എന്ത് ചെയ്യും? ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞു, വീടിന്റെ ഉള്ളിൽ ഡിസ്പ്ലേ വാൾ സെറ്റ് ചെയ്യുക, ഉള്ളിൽ തന്നെ ക്ലാസ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലത്. പിന്നെന്താണ്? പ്രൊക്യൂർ മെറ്റീരിയൽസ് ലൈക്ക് വൈറ്റ് ബോർഡ്, മാർക്കർ, ഡസ്റ്റർ, മൈക്ക് സിസ്റ്റം, ഡിസ്പ്ലേ. അതായത് നമ്മൾ ആ വീട്ടില് നമ്മുടെ ഒരു ഗസ്റ്റ് ലീഡർ വരും ഉദ്ഘാടനം ചെയ്യാനായിട്ട്, അല്ലെ? അപ്പൊ നമ്മൾ എന്തൊക്കെ വേണം? ബോർഡ് ഉണ്ട്, വൈറ്റ് ബോർഡ് മസ്റ്റായിട്ട് വേണം, മാർക്കർ വേണം, തുടയ്ക്കാനുള്ള ഡസ്റ്റർ വേണം. കാരണം ലീഡർ എഴുതി കഴിയുമ്പോഴായിരിക്കും തുടയ്ക്കാനുള്ള തുണിയില്ല, അപ്പോഴായിരിക്കും അടുക്കളയിൽ പോയിട്ട് എന്താ പറയാ ഒരു തുണിയൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെയല്ല, ഡസ്റ്റർ നമ്മൾ കരുതണം, ചെറിയൊരു മൈക്കന്നെങ്കിലും കരുതണം. പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ഉണ്ടായിരിക്കണം, പ്രൊഡക്റ്റ് സുന്ദരമായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. ഇത് പറഞ്ഞു കൊടുക്കണം നമ്മൾ. ഇൻവൈറ്റ് ദ നൈബേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് വിത്ത് യുവർ ഇമ്മീഡിയറ്റ് അപ്ലയൻ ലീഡർ. ഏത് വീട്ടിലാണോ ഹോം ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്പ്ലേ വാൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ അയൽക്കത്തുള്ള ഒരു 10-50 വീടുകളിൽ തന്നെങ്കിലും ആ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ തൊട്ടടുത്ത ലീഡർ ചെന്നിട്ട് തലേദിവസം 2 ദിവസം മുന്നേ ചെന്നിട്ട് നമ്മൾ ആളുകളെ ക്ഷണിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ക്ഷണിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഒരു RCMന്റെ മീറ്റിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാളും വരാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഒരു ഹോം ഷോപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു, ഞാനൊരു സംരംഭം തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ വരും. എന്താ കാരണം? ഒരു സംരംഭം തുടങ്ങാണ്. അപ്പൊ അവര് വന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മളും പോവില്ല. ശരിയാണോ? അപ്പോ തൊട്ടടുത്ത ലീഡർ ചെന്നിട്ട് എന്ത് ചെയ്യണം? ആ വീട്ടുകാരെ സഹായിക്കണം. ഒരു 10-50-100 വീടുകളിൽ പോയിട്ട് ഇൻവൈറ്റ് ചെയ്യണം. നമ്മൾ കല്യാണം ക്ഷണിക്കുന്നത് പോലെ ക്ഷണിക്കണം. അപ്പൊ എന്താ സംഭവിക്കുക? അവരതിനെ സീരിയസ് ആയിട്ട് എടുക്കും. അവരോട് പറയേണ്ട വാചകമുണ്ട്. എന്താ പറയേണ്ടത്? ചേച്ചി, ഞാൻ കുറച്ച് നാളായി, അല്ലെങ്കിൽ ചേട്ടാ, ഞാൻ കുറച്ച് നാളായി RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഈ ഉൽപ്പന്നം എനിക്ക് നല്ലതാണെന്ന് ബോധ്യം വന്നപ്പോൾ എൻ്റെ അയൽക്കാർക്കും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ഹോം ഷോപ്പ് ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ സാറും മാഡം ഇന്ന ദിവസമാണ് ഡേറ്റ് തന്നിരിക്കുന്നത്, 10 മണിക്കാണ് ഉദ്ഘാടനം, നിങ്ങൾ ഫാമിലി ആയിട്ട് വരണം കേട്ടോ, അല്ലെ? അവിടെ ബിസിനസ് പറയരുത്. നമ്മുടെ വീട്ടിലൊരു സംരംഭം തുടങ്ങുന്നു, നിങ്ങളുടെ സാന്നിധ്യം അതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ബാക്കി അവിടെ വരുമ്പോൾ ലീഡേഴ്സ് പറഞ്ഞോളൂ. ഈ രീതിയിൽ നമ്മൾ ക്ഷണിക്കണം. ദ ലീഡർ വിൽ എക്സ്പ്ലെയിൻ ഇൻ ബ്രീഫ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ പ്രോഗ്രാം. അതായത് നിങ്ങളുടെ കൂടെ ഒരു ലീഡർ ഉണ്ടായിരിക്കും, ആ ലീഡറും പറഞ്ഞോളും. അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങളുടെ അയൽക്കാരൻ വരാൻ തയ്യാറാവും. ഇനി എന്താണ്? ദ ഫാമിലി മെമ്പേഴ്സ് ഷുഡ് ബി വെൽ ഡ്രസ്ഡ്. നമുക്കറിയാം, ഒരു വീട്ടിൽ ഒരു ഹോം ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിലത്തെ ആൾ എപ്പോഴും അടുക്കളയിലായിരിക്കും. അങ്ങനെ ഉണ്ടാവരുത്. ആ വീട്ടുകാരെന്താവണം? വെൽ ഡ്രസ്സിലായിരിക്കും, ഏറ്റവും വെൽ ഡ്രസ്സിലായിരിക്കണം.
ഉദ്ഘാടനം തുടങ്ങുന്നതിന് മുന്നേ പലവരും ചെയ്യുന്ന തെറ്റുകളാണിത്. ഞാൻ പറയുന്നത് ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് 100% കൂടും. എന്നാണോ ഹോം ഷോപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നേ അടുക്കളയിലത്തെ പണിയെല്ലാം തീർത്തിരിക്കണം. നമ്മൾ അടുക്കളയിലേക്ക് പോകരുത്. ആ സമയത്ത് ആ വീട്ടുകാര് ആ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം, ഫസ്റ്റിൽ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ അയൽക്കാർ വരുമ്പോൾ അവർക്ക് തോന്നണം ഈ വീട്ടുകാര് ഭയങ്കര സീരിയസ് ആണ്. നമ്മൾ പ്രൊഫഷണൽ രീതിയിലായാൽ മാത്രമേ അവര് വരുന്നവരും അതിനെ സീരിയസ് ആയിട്ട് കാണുള്ളൂ. നല്ല ഡ്രസ് ഇട്ട് വേണം അവിടെ. പ്രൊഡക്റ്റ് ഷുഡ് ബി ഡിസ്പ്ലേഡ് നൈസ്ലി. അതായത് നമ്മൾ നല്ല രീതിയിൽ മനോഹരമായിട്ട് പ്രൊഡക്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവണം. പ്രോപ്പർ വെൽക്കം ഇൻട്രൊഡക്ഷൻ ഇൻവൈറ്റിംഗ് ദ ഗസ്റ്റ് സ്പീക്കർ. ഇത് രസകരമായ ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വളരെ കഷ്ടപ്പെട്ട ഒരു വീട്ടുകാരൻ ഇവിടെ ഡിസ്പ്ലേ വാള് ഉള്ള എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റോ? യെസ്, എന്റെ വീട്ടിൽ ഡിസ്പ്ലേ വാൾ ഉണ്ട് അല്ലെങ്കിൽ ഹോം ഷോപ്പ് ഉണ്ട് എന്ന് പറയുന്ന എത്ര പേരുണ്ടെന്ന് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റോ? വെരി ഗുഡ്. ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേര് വീട്ടിലില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒത്തിരി പേര് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ. ഇവിടൊക്കെ കൈ ഞാൻ താത്തട്ടെ. ഷൈസാറ എല്ലാവരും കൈയൊന്ന് താറ്റിക്കോളൂ. അപ്പൊ ഒത്തിരി പേരുടെ വീടുകളിൽ ഹോം ഷോപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിസൾട്ടാണ് കിട്ടുന്നത്. ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്യണ്ട, എല്ലാവരും കൈ താത്തിക്കോളൂ. ഓക്കെ, ഓക്കെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവൈറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഒരു 50 പേരെ നമ്മൾ വിളിച്ചിരുത്തി. ഇപ്പൊ പുതിയതായിട്ട് ഡിസ്പ്ലേ വാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ കൈ ഉയർത്താത്ത നിങ്ങൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നാളെ തന്നെ നിങ്ങളുടെ ലീഡറെ കാണണം. ലീഡറിനോട് പറയണം, ഡിസ്പ്ലേ വാൾ ചെയ്താൽ എന്താണ് ഗുണമെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. എനിക്ക് ഈ ആഴ്ചയിൽ തന്നെ എൻ്റെ വീട്ടിൽ ഡിസ്പ്ലേ വാൾ തുടങ്ങണം, അല്ലെങ്കിൽ ഹോം ഷോപ്പ് തുടങ്ങണം. നിങ്ങൾ പറയണം അവരോട്. ഉദാഹരണത്തിന് ഒരു വ്യക്തി ഡിസ്പ്ലേ വാൾ ചെയ്യുന്നു. ഒരു 50 അയൽക്കാരെ വിളിച്ചു. 50 അയൽക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ പറയാണ്, ഒരു ചേട്ടൻ ആർഷിവിനെ കുറിച്ച് പറയാൻ നിങ്ങളോട് എന്തോ പറയാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരാളെ ഫ്രണ്ടിൽ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പണിയൊക്കെ വെള്ളത്തിലായോ? ആയില്ലേ? ബാബു ടി കെ സാർ, വെള്ളത്തിലായില്ലേ? കാരണം ഈ 50 പേരെ നിങ്ങൾ കഷ്ടപ്പെട്ട വിളിച്ചത്. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് വന്ന ലീഡറിനെ എഡിഫിക്കേഷൻ ചെയ്ത് വിളിക്കാത്തത് കൊണ്ട് തന്നെ അവര് കാര്യങ്ങൾ മനസ്സിലാക്കില്ല. അപ്പൊ ആർക്ക് നഷ്ടം വന്നു? ഡിസ്പ്ലേ ഹോം ഷോപ്പ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് നഷ്ടം വന്നില്ലേ? വന്നു. പക്ഷെ ഇങ്ങനെ പറഞ്ഞാലോ? ബാബു സാർ പറയാണ്, ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ കുറെ നാളുകളായി RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷെ എൻ്റെ അയൽക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനായിട്ട്, ഇങ്ങനെ ഒരു ഹോം ഷോപ്പ് തുടങ്ങാനായിട്ടുള്ള ഒരു തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റിയത് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്ന എന്താ പറയാ ഗിരീഷ് സാറിന്റെ വാക്കുകൾ കേട്ടിട്ടാണ്. അദ്ദേഹം ഇന്ത്യൻ ആർമിയിലായിരുന്നു. അപ്പൊ RCM ഉൽപ്പന്നങ്ങൾ എന്തിനു ഉപയോഗിക്കണം? RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഗുണം കിട്ടുക? ആരോഗ്യപരമായിട്ടുള്ള ഗുണം, സാമ്പത്തികപരമായിട്ടുള്ള ഗുണം, ഇത് പറഞ്ഞു തരാൻ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ നിറഞ്ഞ കൈയോട് കൂടിയിട്ട് ഈ ഹോം ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും ഈ ഉൽപ്പന്നങ്ങളുടെ മേന്മ പറഞ്ഞു തരുന്നതിനും വേണ്ടിയിട്ട് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സാർ പ്ലീസ് വെൽക്കം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന 50 പേരും കാത് കൂർപ്പിച്ച് നോക്കിയിരിക്കും ഇത് കേൾക്കാൻ വേണ്ടി. അവർ ക്യൂരിയോസിറ്റി ഉണ്ടാവും. ശരിയല്ലേ? ആർക്ക് ഗുണം കിട്ടും? നിങ്ങൾക്ക് തന്നെ ഗുണം കിട്ടും. പക്ഷെ നമ്മൾ ശരിയായ ഇൻട്രൊഡക്ഷൻ ചെയ്തില്ലെങ്കിലോ വന്ന ആളുകൾ ശ്രദ്ധിച്ചിരിക്കില്ല, നിങ്ങൾക്ക് നഷ്ടം വരും. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്യണം. ഗസ്റ്റ് സ്പീക്കറിനെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫിക്കേഷൻ ചെയ്ത് വിളിക്കണം. ഓഡിയൻസ് ഡിസിപ്ലിൻ ഷുഡ് ബി മെയിൻറ്റൈൻഡ്. ഇത് അവരോട് പറയാം, നിങ്ങൾ മൊബൈലൊക്കെ ഒന്ന് സൈലന്റ് മോഡിൽ വെച്ചോളൂ, പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരൊരു ഡിസിപ്ലിനിൽ വരും. ഓക്കെ, ഇനി എന്താണ്? പ്രൊഡക്ട്സ് ആൻഡ് പ്രൈസ് ഡിഫറൻസ് ഈസ് ടു ബി ഡിസ്കസ്ഡ്. അവിടെ വരുന്ന ലീഡർ ആള് ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസവും ക്വാളിറ്റിയും ആള് പറഞ്ഞു കൊടുത്തോളൂ. അപ്പൊ ഡിസ്പ്ലേ വാൾ ചെയ്താലുള്ള മറ്റൊരു ഗുണം എന്താണ്? ഞാൻ തുടക്കത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പൊ എന്റെ സാർ എന്താ പറഞ്ഞ? ഗിരീഷ് സാർ പറയണ്ട, ഗിരീഷ് സാർ ആളുകളെ വിളിച്ചോളൂ, ഞാൻ വന്ന് പറഞ്ഞോളാം. അപ്പൊ എനിക്ക് എളുപ്പമായില്ലേ? എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ എന്താ കുഴപ്പം? എന്റെ ലീഡറിന് പറഞ്ഞു കൊടുക്കാൻ അറിയാലോ.
എന്റെ പണി എന്റെ അയൽക്കാരെ വിളിക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? അതായത് ലീഡറിന്റെ അറിവിനെ നമ്മുടെ ബിസിനസ് ആക്കി മാറ്റാൻ നമ്മൾ പഠിക്കണം. ഇത് പല ആൾക്കും അറിയില്ല. നമ്മൾ തന്നെ വഞ്ചി തുഴഞ്ഞുകൊണ്ട് കിടക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് പറയാൻ അറിയില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. നമ്മുടെ 10, 20, 50 അയൽക്കാരെ നമുക്ക് വിളിക്കാൻ പറ്റുമോ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ദിവസം കനകാമ സിസ്റ്ററിന്റെ കൂടെ ഞാൻ തിരുവനന്തപുരം വിതുരയില് ഒരു ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനം ചെയ്യാൻ പോയി. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 40ഓളം പേര് അവിടെ പങ്കെടുത്തു. 40ഓളം പേര്. എനിക്ക് തോന്നുന്നു അവിടെ കുറെ പേര് ഡിസ്പ്ലേ വാൾ ചെയ്യാനുള്ള തീരുമാനം എന്തായാലും എടുത്തിട്ടുണ്ടാവും. അപ്പോ ആ വീട്ടുകാർക്കാണെങ്കിൽ പറയാൻ അറിയില്ല. അപ്പൊ ആ വീട്ടുകാർക്ക് പറയാൻ അറിയില്ലെങ്കിൽ എന്താ കുഴപ്പം? പറയാൻ അറിയുന്ന ഞാൻ ചെന്നു, കനകമ്മയുടെ അവിടെ ചെന്നു, അവരുടെ പണി ഈസി ആയില്ലേ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പുതിയ വ്യക്തികൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നോ ടെൻഷൻ. നിങ്ങളുടെ പണി എന്താണ്? 2 മാസത്തെ ഉൽപ്പന്നം മേടിക്കുക, മനോഹരമായിട്ട് നിങ്ങളുടെ ഷോക്കേസിൽ അറേഞ്ച് ചെയ്യുക, നിങ്ങളുടെ ലീഡർ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി എന്താണ് നോക്കിയേ ചെയ്താലുള്ള ഗുണം? പ്രൊഡക്റ്റ് ഡെമോ ഷുഡ് ബി ദയർ. പ്രൊഡക്റ്റ് ഡെമോ ഉണ്ടായിരിക്കണം. നോ ഈറ്റബിൾസ് ഡ്രിങ്ക് ഇൻ ബിറ്റ്വീൻ ഓർ വിത്ത് ദ പെർമിഷൻ ഓഫ് ഗസ്റ്റ് സ്പീക്കർ. അപ്പൊ നമ്മൾ ഈ ഗസ്റ്റ് സ്പീക്കർ ലീഡർ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് ഒരു തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് സെർവ് ചെയ്യരുത്. എന്താ കാരണം? ഗസ്റ്റ് സ്പീക്കർ വളരെ സീരിയസ് ആയുള്ള ഒരു കാര്യം പറയാൻ പോകുമ്പോഴായിരിക്കും ചായ കൊണ്ടുവരുന്നത്, മിക്സർ കൊണ്ടുവരുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? വന്നിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധ പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് ഒരു തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് അവിടെ സെർവ് ചെയ്യരുത്. ഇനി ഗസ്റ്റ് സ്പീക്കർ പറയാണ്, കൊടുത്തോളം പറയുകയാണെങ്കിൽ കൊടുത്തോളൂ, നോ പ്രോബ്ലം. ഓൺലി ആർസിഎം പ്രൊഡക്ട്സ് ടു ബി സെർവ്ഡ്. നമ്മൾ എന്ത് ചെയ്യണം? ഹോം ഷോപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്പ്ലേ വാൾ ചെയ്യുമ്പോൾ ആർസിഎം പ്രൊഡക്ട്സ് തന്നെ കൊടുക്കണം. ആർസിഎം മിക്സർ, ആർസിഎം ബിസ്ക്കറ്റ്, ആർസിഎമ്മിന്റെ ഓയിലിൽ ഉണ്ടാക്കിയ പരിപ്പ് വട, പഴംപൊരി, ആർസിഎം അല്ലാത്ത ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഗുഡ് ഡോട്ടിന്റെ ഉൽപ്പന്നങ്ങളെ കൊണ്ട് നമ്മൾ പക്കോടയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ആ രീതിയിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. ഇനോഗ്രേഷൻ അല്ലെങ്കിൽ റിബൺ കട്ടിംഗ്, ലൈറ്റിംഗ് ലാമ്പ് ക്യാൻ ബി ഡൺ ഇൻ ബിറ്റ്വീൻ ഓർ അറ്റ് ദ എൻഡ്. അതായത് നമുക്ക് ഉദ്ഘാടനം സാഹചര്യം നോക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ വെക്കാം, ലാസ്റ്റ് വേണമെങ്കിൽ വെക്കാം, മിഡിലിൽ വേണമെങ്കിൽ വെക്കാം. അവിടുത്തെ അന്തരീക്ഷം നോക്കണം എങ്ങനെയുള്ളതാണ്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കും, മെമ്പറെ വിളിക്കും, അയൽക്കാരൊക്കെ വിളിക്കും. ലീഡർ വരുന്നത് ദൂരെ നിന്ന് വരുന്ന ഒരാളാണ്. പലപ്പോഴും നമ്മുടെ അയൽക്കാരൊക്കെ മെമ്പർ പറയുന്നതും പ്രസിഡന്റ് പറയുന്നതും കൂടുതൽ കേൾക്കുള്ളൂ. ശരിയല്ലേ? അപ്പൊ എന്ത് സംഭവിക്കുക? നിങ്ങൾ നിറച്ച ആളുകൾ വിളിക്കും, 50 ആളെ വിളിക്കും, 50 ആള് വരും. പക്ഷെ പ്രസിഡന്റും സെക്രട്ടറിയും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറൊക്കെ പെട്ടെന്ന് പോകാനായിട്ടുള്ള തിടുക്കം കാണിക്കും. അപ്പൊ തുടക്കത്തിൽ നമ്മൾ റിബൺ കട്ടിങ് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? പ്രസിഡന്റ് പോയതിന്റെ പിന്നാലെ നാട്ടുകാർ മൊത്തം പോകും. ഹലോ, പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മുന്നേ തുടങ്ങി പ്രൊഡക്റ്റ് കൊടുത്ത് ഉപയോഗിക്കുന്ന ഒരു മെമ്പർ ആണെങ്കിൽ, പ്രസിഡന്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം. നമ്മൾ ഒരു പ്രസിഡന്റിനെയോ സെക്രട്ടറിയെയോ മെമ്പറെയോ വിളിക്കുന്നുണ്ടെങ്കിൽ ഉദ്ഘാടനത്തിന് മുന്നേ അവർ ആർസിഎമ്മിന്റെ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഉപഭോക്താവായിരിക്കണം. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഇനി ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡിസ്പ്ലേ വാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ്? സെറ്റപ്പ് എ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ വാൾ അറ്റ് യുവർ ഹോം. ഫസ്റ്റ് പർച്ചേസ് ഷുഡ് ബി മിനിമം 10,000. മിനിമം നമ്മൾ എന്ത് ചെയ്യണം? ഇതപ്പോ ജയലക്ഷ്മി മാഡം ഡിസ്പ്ലേ വാളിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് സൂപ്പർ സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട് ജയലക്ഷ്മി മാഡം. ഓക്കെ, വെരി ഗുഡ്. കുറെ പേര് ഡിസ്പ്ലേ വാളിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവരുണ്ട്. അത് നല്ലൊരു അട്രാക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, മിനിമം 10,000 രൂപയുടെ മേടിക്കുക. മാക്സിമം നിങ്ങൾക്ക് എത്ര വേണേലും മേടിക്കുക. നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടോ അത്ര. എന്ന് പറഞ്ഞാൽ പണ്ഡിതനും പാമരനും പണക്കാരനും ഒക്കെ ഇവിടെ ആർസിഎമ്മിൽ കോടിപതിയാവാം, അല്ലേ? നമ്മുടെ 2 മാസത്തെ സാധനം വാങ്ങിച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. കാരണം എല്ലാവരുടെ കയ്യിലും ഒരു പക്ഷേ 20,000-ന്റെ 30,000-ന്റെ ഉൽപ്പന്നം മേടിക്കാൻ കാശ് ഉണ്ടായെന്ന് വരില്ല. പക്ഷെ 2 മാസത്തെ ഉൽപ്പന്നം മേടിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും. എന്താ കാരണം? ഒരു 10,000 രൂപ ആശുപത്രിക്ക് കൊണ്ടു കൊടുക്കണം പറഞ്ഞാൽ രാത്രിക്ക് രാമാനം നമ്മൾ എവിടെ നിന്ന് വേണമെങ്കിലും കാശ് ഉണ്ടാക്കും. ആണോ അല്ലേ? രക്ഷപ്പെടാനായിട്ട് ഒരു 10,000 രൂപ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാലോ ഇത്തിരി ബുദ്ധിമുട്ടാ.
ഇപ്പൊ 2 മാസത്തെ ഉൽപ്പന്നം മേടിക്കാൻ ഒരുമിച്ച് മേടിക്കാൻ സാധിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഇതിലൂടെ വിജയിക്കുക? അപ്പൊ ഒരു ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്നത് ഇതിന്റെ മാജിക് ഒന്ന് നോക്കിക്കോളൂ. 10,000 രൂപയുടെ ഉൽപ്പന്നം, മോർ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി. അപ്പൊ എന്ത് സംഭവിക്കുക? നമ്മൾ ഒരു കാരണവശാലും പുറത്തുനിന്ന് പിന്നെ ഒരു പ്രൊഡക്റ്റ് വാങ്ങില്ല. കാരണം എന്താണ്? നമ്മുടെ വീട്ടിലെല്ലാനും ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ പേസ്റ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഷോപ്പിലേക്ക് നമ്മൾ ഓടും കോൾഗറ്റ് മേടിക്കാനായിട്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു 10 ഇരിക്കുന്നുണ്ടെങ്കിലോ അയൽക്കാരൻ നമ്മുടെ വീട്ടിലേക്ക് ഓടും. ആണോ അല്ലേ? അപ്പൊ അതാണ് ഇവിടെ ഗുണം. അയൽക്കാരന്റെ ചായപ്പൊടി കഴിഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞ ഒരാൾ പോലും നമ്മുടെ വീട്ടിലേക്ക് വരും. അവന് അയൽക്കാരന്റെ ചായപ്പൊടി കഴിഞ്ഞു, ഈവനിങ് ടൈമിൽ ഒരു ഗസ്റ്റ് വന്നു, ചായപ്പൊടി കഴിഞ്ഞിരിക്കുക, നമ്മുടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പ് ആണെങ്കിൽ അടച്ചേക്കാണ്. ആളെന്ത് പറയും? ജയലക്ഷ്മിയോട് പറയും, മേടിക്കില്ല എന്ന് വിചാരിച്ചാണ് ആള് കേട്ടോ. അപ്പൊ ആള് പറയും, ആ ജയലക്ഷ്മി, നിങ്ങളുടെ ചായപ്പൊടി ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു വരും. എവിടെ? അവിടെ പലചരക്കട അടച്ചു, വേറെ കിട്ടാനില്ല, നിവൃത്തിയില്ലാണ്ട് ഒന്ന് പോന്നതാ. ഇനി വീട്ടിൽ കൊണ്ടുപോയി ചായ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലോ? ഗസ്റ്റിന് കൊടുക്കുമ്പോ ഗസ്റ്റ് പറയും, അടിപൊളി ചായയാണല്ലോ സുമതി എന്ന് പറയുമ്പോ ആള് കഴിച്ചിട്ടില്ല കേട്ടോ. ആളപ്പൊ വിചാരിക്കും, ഇത്ര നല്ലതാണോ ജയലക്ഷ്മിയുടെ ചായപ്പൊടി? ആണോ അല്ലേ? അപ്പോ നമ്മുടെ വീട്ടിലൊരു ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ എന്താ ഗുണം? നമ്മൾ പുറത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിക്കില്ല എന്ന് മാത്രമല്ല, നോക്കിയേ, 100% പ്രൊഡക്റ്റ് യൂസേജ്, നമ്മുടെ വീട്ടിൽ 100% പ്രൊഡക്റ്റ് ഉപയോഗം നടക്കും, പുറത്തുനിന്ന് നമ്മൾ മേടിക്കില്ല. പിന്നെന്താണ്? ഓൾ ഫാമിലി മെമ്പേഴ്സ് വിൽ ഇൻവോൾവ് ആൻഡ് ദേ വിൽ ബിക്കം എ പ്രൊഡക്റ്റ് പ്രൊമോട്ടർ. ഇപ്പൊ ഒരു പക്ഷേ ഭാര്യയാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്, ഭർത്താവ് അത്ര ആക്റ്റീവ് അല്ല. ഭർത്താവ് ആക്റ്റീവാണ്, ഭാര്യ അത്ര ആക്റ്റീവ് അല്ല. പക്ഷെ ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനം കഴിയുമ്പോ ഭർത്താവും ആക്റ്റീവ് ആവും, ഭാര്യയും ആക്റ്റീവ് ആവും, മക്കളും ആക്റ്റീവ് ആവും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഡിസ്പ്ലേ വാളൊക്കെ തുടങ്ങിയ സമയത്ത് എൻ്റെ മകള് അന്ന് +2 പഠിക്കുകയാണ്. +2 അല്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു, മോളെ നീ കേട്ടോ ഡിസ്പ്ലേ വാള് നോക്കി നടത്തേണ്ട ആള്, 500 വെച്ച് അച്ഛൻ തരാം. എന്താ? 500 വെച്ച് മക്കള്. അപ്പൊ മക്കളും കൂടി ഇതിൽ ഇൻവോൾവ് ആവണം അല്ലെ? എന്തായാലും നമ്മൾ മക്കൾക്ക് പൈസ കൊടുക്കണം അത്യാവശ്യത്തിന്. അപ്പൊ അവർക്കൊരു ഉത്തരവാദിത്വം കൊടുക്കുമ്പോഴോ പിന്നെ ഡിസ്പ്ലേ വാളിലൊക്കെ പ്രൊഡക്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ആള് തന്നെ ലിസ്റ്റ് ഇട്ട് പറയും, അച്ഛാ ദേ ഇന്ന പ്രൊഡക്റ്റ് കുറവാണ്, അമ്മ ഈ പ്രൊഡക്റ്റ് കുറവാണ് കേട്ടാ, ഇത് കൊണ്ടുവരണം. ഓക്കെ, ആരെങ്കിലും വന്നാൽ അവള് തന്നെ ബില്ലടിച്ചു കൊടുക്കും. അപ്പൊ നമ്മുടെ വീട്ടിലെല്ലാവരും ഇതില് ഇൻവോൾവ് ആവും. തന്നെയല്ല, ഈ ഡിസ്പ്ലേ വാളിന്റെ ഉദ്ഘാടനം കഴിയുന്ന സമയത്ത് എന്താണ്? വീട്ടിലെല്ലാവരും പോസിറ്റീവ് ആവും. ഞാൻ ഒരു പ്രാവശ്യം ഒരു ഡിസ്പ്ലേ വാൾ ഓപ്പണിങ്ങിന് പോയപ്പോ അവിടുത്തെ ചേട്ടൻ എന്ത് ചെയ്താൽ വീട്ടിൽ കയറില്ല. ചേട്ടൻ പുറത്ത് കോട റോന്ത് ചുറ്റാണ്, അയൽക്കാരൊക്കെ വന്ന് ഉള്ളിലിരിക്കുന്നുണ്ട്, ചേട്ടൻ പുറത്ത് കറങ്ങുകയാണ്. എന്ത് സംഭവം? ആൾക്കിത് ഇഷ്ടല്ല. ലാസ്റ്റ് എനിക്കിത് മനസ്സിലായി. ഞാൻ പതുക്കെ പുറത്തേക്ക് പോയിട്ട് ചേട്ടനെ വിളിച്ചു, ചേട്ടാ നമസ്കാരം, എന്ത് പറയണ്, എന്തൊക്കെ വിശേഷങ്ങള്? ഞാൻ പറഞ്ഞു, നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങനെ ഹോം ഷോപ്പ് തുടങ്ങാൻ പറ്റിയതിൽ ഏറ്റവും വലിയ കാരണക്കാരൻ ചേട്ടനാണ്. ചേട്ടന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടല്ലേ ചേച്ചിക്ക് ഇന്നത് മാഡത്തിന് ഇത് ചെയ്യാൻ പറ്റുന്നത്. വരൂ. അപ്പൊ ഒരു പ്രമോഷൻ കിട്ടിക്കഴിയുമ്പോ, അംഗീകാരം കിട്ടിക്കഴിയുമ്പോ ആളുകൾ അവിടെ സൈലന്റ് ആവും. ആളെ ഞാൻ നേരെ വിളിച്ച്, ചേട്ടൻ ഈ വീട്ടിലത്തെ കാരണവരാണ്, കുടുംബനാഥനാണ്, ചേട്ടനാണ് ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടിരുത്തി. അതിനുശേഷം ഇടയ്ക്കൊക്കെ സംസാരിക്കുമ്പോൾ ആളെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞപ്പോ ആളെന്താ പറഞ്ഞെന്നറിയോ? ഞാൻ വാർക്കപ്പണിക്കാരനാണ്, മെയ്സനാണ്, ഞാൻ സിമന്റിലൊക്കെ പണി കഴിഞ്ഞു വന്നാൽ വെളിച്ചെണ്ണ തേച്ചാൽ എനിക്ക് അത്ര ശരിയാവില്ല, ഈ റൈസ് പാൻ ഓയിൽ തേച്ചത് കൊണ്ട് നോക്കി എന്റെ സ്കിന്നൊക്കെ നല്ല സ്മൂത്തായി, ഏറ്റവും വലിയ റിസൾട്ട് കിട്ടിയത് ആ ചേട്ടനീന്നാ. അപ്പോ ആ പുറത്ത് ഓടി നടന്ന ആളെ ഞാൻ മൈൻഡ് ചെയ്തില്ലെങ്കിലോ? അപ്പൊ ഇതാണ് നമ്മളൊരു ഹോം ഷോപ്പ് ചെയ്തുള്ള ഗുണം. നമ്മുടെ വീട്ടിലെല്ലാവരും പോസിറ്റീവ് ആവും, എല്ലാവരും പോസിറ്റീവ് ആവും. പിന്നെ നിങ്ങളില്ലെങ്കിലും അവർ ഈ ഉൽപ്പന്നങ്ങൾ എടുത്ത് കൊടുക്കും അയൽക്കാർക്ക്, ശരിയല്ലേ? അവർ ഉപയോഗിക്കാൻ തുടങ്ങും, അവർ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെന്താ ബെനിഫിറ്റ്? നൈബേഴ്സ് വിൽ കം ടു നോ അബൌട്ട് പ്രൊഡക്ട്സ്, ദേ വിൽ സ്റ്റാർട്ട് യൂസിങ് ആൻഡ് റെക്കമെൻഡ്. നിങ്ങളുടെ അയൽക്കാരും ഉൽപ്പന്നം ഉപയോഗിക്കാൻ തുടങ്ങും. നിങ്ങൾ പറഞ്ഞ ഒരു പക്ഷെ ഉപയോഗിക്കില്ല, പക്ഷെ മൂന്നാമതൊരു വ്യക്തി അവിടെ വന്ന് പറയുമ്പോൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പൊ അവർക്ക് തോന്നും, ജയലക്ഷ്മി പറഞ്ഞ പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങള്, ഇത്ര ഗുണങ്ങളുണ്ടോ, നമ്മളെ എത്ര തേനെ പാലെന്ന് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ മൂന്നാമതൊരു വ്യക്തി, ഒരു തേർഡ് പാർട്ടി വന്ന് പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുള്ളൂ. ശരിയല്ലേ? അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ നല്ല ഡിസ്പ്ലേ വാള് ചെയ്യണം, അതിന്റെ പ്രോപ്പർ ഇനോഗ്രേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. പല വ്യക്തികളും പ്രൊഡക്റ്റ് വാങ്ങും, ഡിസ്പ്ലേ വാള് ഉദ്ഘാടനം ചെയ്യില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ
വലിയൊരു കയറിൽ നിന്ന്, എന്റെ ഉദാഹരണം എന്താണെന്നറിയോ, വലിയൊരു കിണറിൽ നിന്നും മറ്റേ പുള്ളി ഇല്ലാതെ വെള്ളം കോരില്ലേ, ജസ്റ്റ് വലിയ കയറിട്ട് ബക്കറ്റ് ഇങ്ങനെ വലിച്ചു കോരും, തണ്ടല് പോവല്ലേ. പക്ഷെ ഒരു പുള്ളിയിട്ട് വലിച്ചാലോ ഈസി ആയിട്ട് നമുക്ക് വെള്ളം കോരാം. നിങ്ങൾ ഡിസ്പ്ലേ വാള് പ്രോപ്പറായിട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലിയൊരു കിണറിൽ നിന്ന് പുള്ളിയിട്ട് വെള്ളം കോരുന്ന പോലെയാ അങ്ങനെ കയറല്. അല്ലെങ്കിലോ പുള്ളിയില്ലാതെ, അതായത് കപ്പിയില്ലാതെ താഴേന്ന് വെള്ളം കോരി നടുവൊടിക്കുന്ന പോലെയാണ്. ഇനി നമ്മൾ ഡിസ്പ്ലേ വാള് ചെയ്താലോ ഉള്ള ഗുണം, മറ്റൊരു ഗുണം എന്താണ്, അയൽക്കാരൊക്കെ ഇതിനെ പ്രൊഫഷണൽ രീതിയിൽ ഏറ്റെടുക്കും. നിങ്ങൾ ഡിസ്പ്ലേ വാള് ചെയ്തില്ലെങ്കിലോ, ജയലക്ഷ്മി ഇത് എവിടെന്ന കൊണ്ടുവന്ന്, ഇത് കുടിൽ വ്യവസായമാണോ എന്ന് ചോദിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ പ്രോപ്പർ ഒരു ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിലോ, അയ്യോ ജയലക്ഷ്മിയുടെ വീട്ടിലൊരു ഉദ്ഘാടനം നടന്നതായിട്ടോ, എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ ജയലക്ഷ്മി എന്ന് പറയും അല്ലേ. അപ്പൊ ജയലക്ഷ്മിയുടെ എന്ത് പറയും, കുഴപ്പമില്ല സുശീല ചേച്ചി, എല്ലാവരും തിരക്കിലല്ലേ, ഞാൻ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്, ചേച്ചിക്ക് എന്താ പ്രൊഡക്റ്റ് വേണ്ടേ ഞാൻ കൊണ്ടുവരാം. അതായത് ഒരു 20 പേരായാലും നിങ്ങളുടെ വീട്ടിൽ ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ ആ 20 പേര് നിങ്ങൾക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങും. ഹലോ, നല്ലൊരു കാര്യമാണോ? നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ആർസ്യംകാരാന്ന് പറഞ്ഞിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞിട്ട് ആളുകൾ കേൾക്കുന്നില്ല. ഹോം ഷോപ്പ് ചെയ്യാൻ പറഞ്ഞ് നമുക്ക് മനസ്സിലാവണില്ല. ശരിയല്ലേ? ഇത് നിങ്ങളുടെ പണി ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോം ഷോപ്പ് അല്ലെങ്കിൽ ഡിസ്പ്ലേ വാൾ. പിന്നെന്താണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 5000 വ്യൂ ചെയ്യാൻ പറ്റും. യുവർ ബിസിനസ് ആൻഡ് ഇൻകം ഇൻക്രീസിങ് ഗ്രാജുവലി. നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ വരുമാനവും കൂടാൻ തുടങ്ങും. ഹോം ഷോപ്പ് തുടങ്ങി ഈസി ആയിട്ട് തുടങ്ങും. ഇനി എന്താണ് നോക്കൂ, ഇനിയാണ് നമ്മുടെ കണ്ണ്, എന്താ പറയാ, കണ്ണ് തുറപ്പിക്കുന്ന കാഴ്ചകളാണ് ഇനി. അപ്പൊ എല്ലാവരും ഒന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക, ഒന്നും കൂടിയും സീറ്റ് ബെൽറ്റ് ഒക്കെ മുറുക്കിട്ടിരിക്കുക. കാരണം ഇത് വളരെ ഐ ഓപ്പണിംഗ് ആണ്. നമ്മൾ പറയില്ലേ, ആർസ്യം ചെയ്താൽ എന്ത് കിട്ടും എന്ന് അറിഞ്ഞാലേ നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ. ആർസ്യം അഭിയാൻ എന്ന് പറയുമ്പോൾ ആരോഗ്യം മാത്രമല്ല, ജനങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടവും ആരോഗ്യവും എല്ലാം നമുക്ക് ഇതിലൂടെ കിട്ടും. പക്ഷെ പലവരും ഇതിന്റെ ആരോഗ്യം മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യം മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഒരു ഹോം ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടാന്ന് ഒരു വീട്ടുകാരന് നമുക്ക് ഈസിലി പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഓക്കെ, ബെനിഫിറ്റ് ഓഫ് ഹോം ഷോപ്പ് അഥവാ ഡിസ്പ്ലേ വാൾ. മിനിമം 10000 രൂപയുടെ ഉൽപ്പന്നം നമ്മൾ വാങ്ങുന്നു. ഞാൻ ഗ്യാരണ്ടി പറയുന്നു, ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ ഒരു 5000-ന് മേലെ പ്രൊഡക്റ്റ് ചെലവാകും. നിങ്ങൾ അല്ലെങ്കിൽ തല കുത്തി മറിഞ്ഞാൽ 1000 പോലും ചെലവാകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഹോം ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് നോക്കിയേ, ഒരു 5000, 10000, 12000 രൂപയുടെ പ്രൊഡക്റ്റ് അന്ന് തന്നെ ചെലവാകും. വരുന്നവരൊക്കെ വാങ്ങിച്ചിട്ട് പോകും. അപ്പൊ 10000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ അന്ന് തന്നെ 5000 ചെലവായോ. ഇത് ഈ മാജിക് ഒന്ന് നോക്കിയേ. നമ്മൾ എന്തിനാ വാങ്ങിച്ച 10000 രൂപയുടെ പ്രൊഡക്റ്റ്? നമ്മുടെ വീട്ടിലേക്ക് ഉൽപ്പന്നം ഉപയോഗിക്കാനാ. ഇതുവരെ അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇനി ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ നേട്ടം നോക്കിയേ. ഈ 10000 രൂപയുടെ ഉൽപ്പന്നം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നമുക്ക് കച്ചവടമാക്കാൻ പറ്റും. അപ്പോ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ നമ്മുടെ കയ്യിൽ വന്നു. രണ്ടാമത്തെ ആഴ്ചയിൽ വീണ്ടും ആ പൈസ കൊണ്ട് നമ്മൾ ഉൽപ്പന്നം വാങ്ങി സെയിൽ ചെയ്തു. സെയിൽ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? വീണ്ടും 10000 രൂപ നമ്മുടെ കയ്യിൽ വന്നു. തേർഡ് വീക്കിലോ, മൂന്നാമത്തെ ആഴ്ചയിൽ വീണ്ടും അതേ പൈസ കൊണ്ട് ഉൽപ്പന്നം വാങ്ങി ആ പൈസയെ തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. വേറൊരു പൈസ നമുക്ക് ഇതിലേക്ക് ഇറക്കണ്ട. അതാണ് ഇതിന്റെ മൂലധനം. അപ്പൊ മൂന്നാമത്തെ ആഴ്ചയിലും 10000 സെയിൽ ചെയ്തു, നമ്മുടെ കയ്യിൽ വന്നു 10000. നാലാമത്തെ ആഴ്ചയിലും ഇതേ പ്രക്രിയ നമ്മൾ ചെയ്യുമ്പോൾ നോക്കി, ഒരു സിമ്പിൾ ആയിട്ട് ഒരു വീട്ടമ്മയ്ക്ക് പോലും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, 40000 രൂപയുടെ പ്രൊഡക്റ്റ് സെയിലായി, 25000 പോയിന്റ് വന്നു, 25000 PV ജനറേറ്റ് ആവും. നിങ്ങളുടെ വരുമാനം എത്രയായി? ഇത് നിങ്ങളൊന്ന് എഴുതി കാണിക്കൂ. നിങ്ങളുടെ കൂട്ടുകാരത്തിയെ, സഹോദരിയെ, എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന ഒരാളെ എഴുതി കാണിക്കും. നമ്മൾ വായ കൊണ്ട് പറഞ്ഞാൽ പോരാ, വായ്മൊഴിയിലൂടെ ആളുകൾക്ക് മനസ്സിലാവില്ല. ഷോ ദ പ്ലാൻ, ഇത് എഴുതി കാണിക്കൂ. അപ്പൊ ഒരു ഇത്ര ഗുണമുണ്ടോ? ഇനി 40000 രൂപയുടെ പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റാ? ഇന്ത്യൻ ഉൽപ്പന്ന. ഇത് സെയിൽ ആയില്ലെങ്കിൽ 50000 രൂപയുടെ വിദേശ കുത്തക ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ കൊടുത്തപ്പോഴോ, നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദേശസേവനല്ലേ. ഇനി വരുമാനം നോക്കിയേ. ഇൻകം ഫ്രം സെയിൽ 40000 രൂപയുടെ 20%, 8000 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ വരും, പോക്കറ്റ് മണി. 25000 PV, അതായത് 7%, 1750 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും എന്ന് പറഞ്ഞാൽ 9750. സുഹൃത്തുക്കളെ, ഇന്ന് ഒരു 7000 രൂപ ശമ്പളം കിട്ടണമെങ്കിൽ 8 മണിക്കൂർ 9 മണിക്കൂർ ജോലി ചെയ്യണം. ശരിയല്ലേ? ഇതൊരു വീട്ടമ്മയ്ക്ക്, സാധാരണ ഒരു വീട്ടമ്മയ്ക്ക്
വീട്ടിലത്തെ ജോലി ചെയ്തുകൊണ്ട് അയൽക്കാർക്ക് കുറച്ച് ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു 10,000 രൂപ വരുമാനം കിട്ടാൻ ഒരു ഹോം ഷോപ്പ് മതി. ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങളൊന്ന് എഴുതി കാണിക്കൂ. ഈ സ്ലൈഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് കാണിക്കൂ അവരെ. നമ്മൾ ഹോം ഷോപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ ഹോം ഷോപ്പ് ചെയ്യേ, എന്തിനാ ഡിസ്പ്ലേ വാൾ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നടക്കും. ഒരു മാസം വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ 10,000 രൂപ മിനിമം എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് നോർമലി കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇത് ആവശ്യമില്ലാത്തവരുണ്ടോ? ഇപ്പൊ 800 ചില്ലാനും പേരുണ്ട്. ഇല്ല. നോക്കാം. ഇനിയാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ട് ഒരു ദിവസം ഒരു പേസ്റ്റ്, ഒരു ചായപ്പൊടി, ഒരു സോപ്പ്. ഞാൻ ഉദാഹരണം പറഞ്ഞത് 263 രൂപയുടെ ഉൽപ്പന്നം ഏഴ് വീടുകളിൽ കൊടുത്താൽ 1,841 രൂപ എന്ന് പറഞ്ഞാൽ 7 ദിവസം നമുക്ക് ഇത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ 12,000 രൂപയുടെ സെയിൽ നടന്നു. ഞാൻ എത്രയും പറഞ്ഞത്, ഒരാഴ്ചയിൽ 10,000ന്റെ സെയിൽ നടന്നാലും ഒരു 10,000 കമ്മീഷൻ ഉണ്ടാക്കാം. ഇനി ന്യൂട്രി ചാർജ് ആണെങ്കിലോ ഒരു സെറ്റ് കൊടുത്താൽ മതി, 10,000ന്റെ സെയിൽ ഒരാഴ്ചയിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ 9,000-ൽ പരം ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കയ്യിൽ. ഇനിയാണ് മാജിക് ഓഫ് ഡയമണ്ട് ക്ലബ്. അപ്പൊ ഡിസ്പ്ലേ വാൾ ചെയ്താൽ 25,000 PV ചെയ്യാം വളരെ ഈസി ആയിട്ട്. ഞാൻ ഇവിടെ പറയുന്നത് ഡയമണ്ട് ക്ലബ് 5,000 ചെയ്താലും. കണ്ണുകളൊക്കെ ഒന്ന് തുറന്നോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 5,000 ചെയ്യാം, 10,000 ചെയ്യാം, 25,000 ചെയ്യാം, 50,000. ഡയമണ്ട് ക്ലബ്ബ്, സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ്, സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ്, ക്രൗൺ ക്ലബ്ബ് നിങ്ങളുടെ കഴിവ് അനുസരിച്ച് ചെയ്യാം. പക്ഷെ മിനിമം 5,000 PV ചെയ്താലും നമ്മുടെ വീട്ടിലേക്ക് മല്ലിമുളക് ഉപയോഗിച്ചാലും ജസ്റ്റ് നോക്കി നിങ്ങൾക്ക് ഒന്ന് പിന്ന് കിട്ടും. ഇപ്പൊ എൻ്റെ ഇവിടെ ഒരു പിന്നുണ്ട് അല്ലേ, ഇതേപോലെ പിന്ന് കിട്ടും. 12 മാസം നിങ്ങൾ റെഗുലർ ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്ന് കിട്ടും. 2ാമത്തെ വർഷം 3ാമത്തെ വർഷത്തെ പിന്നെ അത്. ഇനി എന്താണ്, കംപ്ലീറ്റ് 5,000 PV ബില്ലിംഗ് ഇൻ യുവർ ID ബൈ 10th ഓഫ് എവരി മന്ത്. എല്ലാ മാസം എന്ത് ചെയ്യണം, 10ാം തീയതിക്കുള്ളിൽ 5,000 PV നമ്മൾ ചെയ്യാം. ഇത് 12 മാസം ചെയ്യാം, കണ്ടിന്യൂറ്റി ഫോർ 12 months. കമ്പനി വിൽ കൺസിഡർ യു ആസ് എ ലോയൽ കസ്റ്റമർ. കമ്പനിയുടെ ലോയൽ കസ്റ്റമർ ആയിട്ട് കൺസിഡർ ചെയ്യും. തന്നെയല്ല, യു വിൽ ബി അവാർഡഡ് എ ഡയമണ്ട് ക്ലബ് പിൻ. നമുക്ക് ഇതേപോലെ ഡയമണ്ട് ക്ലബ് പിന്ന് കിട്ടും. തന്നെയല്ല, നിങ്ങൾക്കൊരു ഓൺലൈൻ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും കൂടി കിട്ടും. ഇത് നിങ്ങളുടെ ടീമിൽ നിങ്ങളുടെ വാല്യൂ കൂട്ടും അല്ലെ. ഇപ്പൊ ഞാൻ ഈ ഒരു പിന്ന് കുത്തിക്കൊണ്ട് പോകുമ്പോ എന്തായാലും ആളുകൾ നോക്കും, എന്താ ഈ സാറിന്റെ ഇവിടെ ഒരു പിന്ന്, ഇങ്ങനെ ഒരു പിന്ന് നിങ്ങൾക്കുണ്ടെങ്കിലോ അത് 12 മാസം തുടർച്ചയായിട്ട് നമ്മൾ ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ആദ്യത്തെ വരുമാനം 100 രൂപ കിട്ടും അല്ലെ. 1 ലക്ഷം കിട്ടി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അന്നത്തോടുകൂടി ആർസ്യം വിടും. പക്ഷെ 100 രൂപ കിട്ടുമ്പോഴോ വീട്ടിലേക്ക് മല്ലിമുളക് ഉപയോഗിച്ചിട്ട് 100 രൂപ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു സന്തോഷമായി. ശരിയല്ലേ? ദിസ് വിൽ ഇൻക്രീസ് യുവർ ഫെയ്ത്ത് ഇൻ സിസ്റ്റം. അതായത് ഇത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. 50 രൂപ ഗിരീഷ് സാറിന്റെ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം വന്നാലും നിങ്ങൾക്ക് ഒരു പക്ഷെ സന്തോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 50 രൂപ വന്നാലും നിങ്ങൾക്ക് സന്തോഷം വരും. ശരിയാണോ? അത് ഗിരീഷ് സാറിന്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോഴാണ് സന്തോഷം വരുന്നത്? അല്ല, സ്വന്തം അക്കൗണ്ടിലേക്ക് 50 വന്നാലും സന്തോഷം വരും. അപ്പൊ നമ്മളൊരു 5,000 PV ചെയ്താൽ അതിന്റെ 2% 100 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്തായാലും വരും. അപ്പൊ അത് നമ്മുടെ വിശ്വാസം കൂട്ടും. കൺസിസ്റ്റന്റ് 6 months, 6 മാസം നമ്മൾ ഇത് തുടർന്നാലോ 6 മാസം കഴിയുമ്പോൾ 5,000 DPയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഞാൻ ഹാൻഡ് റൈസ് ചെയ്യിക്കുന്നില്ല, കാരണം നമുക്ക് ഡിസ്റ്റർബൻസ് വരും. അതുകൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി ആളുകൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയ ആളുകളുണ്ട്. 5,000ന്റെ മാത്രമല്ല, ഡബിൾ ധമാലൊക്കെ മേടിച്ച പവർഫുൾ ആളുകൾ കൂട്ടത്തിലുണ്ട്. ആരും ഹാൻഡ് റൈസ് ചെയ്യണ്ട കേട്ടോ, നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ്. നെക്സ്റ്റ് ആണ് ഡ്യൂപ്ലിക്കേഷൻ. ഇതാണ് സത്യത്തില് എൻ്റെ ഉറക്കം കളഞ്ഞൊരു സംഭവം. ഇത് നിങ്ങളുടെയും പല ആളുകളുടെ ഉറക്കം കളയും. ശ്രദ്ധിച്ചിരിക്കുന്നവർ ഉറക്കം പോകും, ശ്രദ്ധിച്ചിരിക്കാത്തവർ സുന്ദരമായിട്ട് കിടന്നുറങ്ങും. ശരിയല്ലേ? എൻ്റെ വിദേശത്തുള്ള ജോലി രാജിവെപ്പിക്കാൻ ഉതകുന്ന ഒരു പ്രസന്റേഷൻ ഞാൻ കാണിക്കാൻ പോകുന്നു. എന്താണ് ഈ ഡയമണ്ട് ക്ലബിന്റെ ഡ്യൂപ്ലിക്കേഷൻ? നോക്കൂ. എന്താ, നമ്മൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഡയമണ്ട് ക്ലബ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ ഏരിയയിൽ കുറെ നിങ്ങളുടെ പരിചയക്കാരുണ്ട്. അവിടേക്ക് എങ്ങനെ ഡയമണ്ട് ക്ലബ് വന്നാലോ നോക്കി. ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ ഏരിയയിൽ കുറെ വീടുകളിൽ നിങ്ങൾ ഇങ്ങനെ ഡയമണ്ട് ക്ലബും സൂപ്പർ ഡയമണ്ട് ക്ലബും സ്റ്റാർ ഡയമണ്ട് ക്ലബും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താലോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടോ? കൃത്യമായിട്ട് ഉണ്ടാ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ?
വാവ്. അങ്ങനെ ഒരു ഡയമണ്ട് ക്ലബും സ്റ്റാർ ഡയമണ്ട് ക്ലബും സൂപ്പർ ഡയമണ്ട് ക്ലബും ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയാലോ? സിമ്പിൾ മെത്തേഡാണ്. നിങ്ങളൊരു ഡിസ്പ്ലേ വാൾ ചെയ്താൽ, ഇപ്പൊ ഉദാഹരണത്തിന് ജയലക്ഷ്മി മേഡത്തിന്റെ വീട്ടിൽ ഒരു ഡിസ്പ്ലേ വാൾ ചെയ്യുന്നു, അതിന്റെ പ്രോപ്പർ ഇനോഗ്രേഷൻ ചെയ്യുന്നു, ഒരു 20 പേര് അവിടെ വരുന്നു. ഞാൻ ഗ്യാരണ്ടി പറയുന്നു, 20 പേര് വന്നാൽ അതിൽ 2 പേര് ജയലക്ഷ്മി മേഡത്തിന് ചോദിക്കും, ജയലക്ഷ്മി മേഡം ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇതേപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ആ 2 പേർക്ക് വേണ്ടി മാത്രം നമ്മൾ ആ രഹസ്യം പറഞ്ഞു കൊടുക്കണം. എന്ത്? ഞാൻ ഇതിനു മുന്നേ കാണിച്ച പ്രസന്റേഷൻ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ഡിസ്പ്ലേ വാൾ ചെയ്താൽ ഇന്ന ഗുണമുണ്ട്. എല്ലാവരോടും പറയരുത്, വരുമാനം ആഗ്രഹിക്കുന്നവരോട് മാത്രം പറയണം. മതി, ഒരു ഡിസ്പ്ലേ വാൾ ചെയ്യുമ്പോൾ 2 ആൾ റെഡിയാവും, ഉറപ്പാണ്. ഞാൻ പറഞ്ഞു, കനക മാഡത്തിന്റെ കെയർ ഓഫിൽ പോയപ്പോ മിനിമം ഒരു 4 ഡിസ്പ്ലേ വാൾ വരും, എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പൊ ഒരു ഡിസ്പ്ലേ വാളിൽ നമുക്ക് 2 ഡിസ്പ്ലേ വാൾ വന്നാലും നമ്മൾ സക്സസ് ആ. ഇനി ഡിസ്പ്ലേ വാൾ തുടങ്ങിയിട്ട് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ട് പിന്നെ ഒന്നും ചെയ്യാത്ത ആളുകളുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. ഒരു 4 മാസം തുടർച്ചയായിട്ട് നിങ്ങൾ അവിടെ മീറ്റിംഗ് വയ്ക്കും. ഇന്നറിയാം, കേരളം കണ്ട പവർഫുൾ ഒരു ലീഡറാണ് സ്റ്റാർ എമറാൾഡ് സജീവ് കുമാർ സാർ. ഒരു കാർപ്പൻറ്റർ ആയിരുന്ന സജീവ് കുമാർ സാർ ഇന്ന് സ്റ്റാർ എമറാൾഡ് അച്ചീവറ. ഈ സജീവ് സാർ എന്ന ക്ലാസ്സിന് വന്നെന്നറിയോ? സുമ എന്ന് പറയുന്ന ചേച്ചി, ഒരു സാധാരണ വീട്ടമ്മ, ഇതേപോലെ ഒരു ഹോം ഷോപ്പ് തുടങ്ങി. ആദ്യത്തെ മാസം കുറച്ച് ആളുകൾ വന്നു, 2ാമത്തെ മാസം, 3, 4, 5 പ്രാവശ്യമാണ് ഈ സജീവ് സാർ ഹോം മീറ്റിങ്ങിന് വന്നത്. 4 പ്രാവശ്യം ആൾ അവോയ്ഡ് ചെയ്ത് മാറി. 5ാമത്തെ പ്രാവശ്യം സജീവ് സാർ ആ ക്ലാസ്സിന് വന്നു ആളുടെ വീട്ടിൽ. 5ാമത്തെ മാസം സജീവ് സാറിന് സ്റ്റാർ എമറാൾഡാ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു പക്ഷേ ഹോം ഷോപ്പ് ഉദ്ഘാടനം ചെയ്തപ്പോൾ 1 പ്രാവശ്യം ക്ലാസ് വെച്ചിട്ടുണ്ടാവുള്ളൂ. നമുക്ക് തന്നെ അന്ന് വശമില്ല, നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ല. അപ്പൊ കുറച്ച് ആളുകളെ നമ്മൾ വിളിച്ചു. പക്ഷെ 2ാം മാസം നിങ്ങൾ വെക്കുമ്പോഴേക്കും നിങ്ങൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയി. നിങ്ങൾ പിന്നെ വിളിക്കുന്നത് കുറച്ചും കൂടി ക്രീമായ ആളുകളെ ആയിരിക്കും. 3ാമത്തെ മാസം നിങ്ങൾ വിളിക്കുന്നത് കുറച്ചും കൂടി പ്ലാൻ ചെയ്തിട്ടായിരിക്കും. അപ്പൊ കുറച്ചും കൂടി ക്രീമായ ആളുകൾ വരും. 4ാമത്തെ പ്രാവശ്യം നിങ്ങൾ വിളിക്കുമ്പോഴേക്കും നല്ല ക്രീമായ ആളുകൾ വരാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയൊരു ഭാവി നിങ്ങൾ തന്നെ നശിപ്പിച്ചു വെച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് ഹോം ഷോപ്പ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1, 2, 3, 4, 5 പ്രാവശ്യം 5 മാസം തുടർച്ചയായിട്ട് അവിടെ ഹോം മീറ്റിംഗ് വെക്കും. അപ്പൊ നല്ല നല്ല ആളുകൾ അവിടെ വരും, നല്ല നല്ല അത്യാവശ്യക്കാർ വരും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താ, ഇതേപോലെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ എന്താ ഗുണം നോക്കിയേ. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കാം. മാജിക് ഓഫ് ഡിസ്പ്ലേ വാൾ ഡയമണ്ട് ക്ലബ്. ഇതാ, ഇത് ഡിസംബർ മാസമാണ്. ഈ മാസം നിങ്ങൾ ഒരു ഡിസ്പ്ലേ വാൾ ചെയ്യുന്നു, നിങ്ങൾ അവിടെ വന്ന ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു 20 ആൾ വന്നാൽ എന്തായാലും ഒരാൾ തയ്യാറാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 ആൾ 5000 PV ചെയ്യുമ്പോൾ 10,000 PV. നിങ്ങളുടെ ലെവലില്ല, 800 രൂപ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. 2ാം മാസം നോക്കിയേ, നിങ്ങൾ 2 പേര് ചേർന്ന് 2 ആളെ കൊണ്ട് ഡിസ്പ്ലേ വാൾ ചെയ്യിക്കുന്നു, ഡയമണ്ട് ക്ലബ് ചെയ്യുന്നു. നിങ്ങൾ ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നു, അവർ 2 ആളും ഒരാളെ. അപ്പൊ 4 പേര്, 4 പേര് ഡയമണ്ട് ക്ലബ് ചെയ്യുമ്പോൾ 4 × 5000 PV, 20,000 PV. നിങ്ങളുടെ ലെവൽ ബിഗിനർ. നിങ്ങളുടെ വരുമാനം 1000 രൂപ. 3ാമത്തെ മാസം നോക്കി, ഫെബ്രുവരി മാസത്തില് 4 പേര്, ഇപ്പൊ 4 പേരെ വീട്ടിൽ ഡിസ്പ്ലേ വാള് ഉദ്ഘാടനം നടക്കും. 4 × 4 8 പേര്. 8 പേര് ഡയമണ്ട് ക്ലബ് ചെയ്താലോ അല്ലെങ്കിൽ ഡിസ്പ്ലേ വാള് ചെയ്താലോ? നിങ്ങൾ ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നു, അവര് 7 പേര് ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? 8 പേര് ഡിസ്പ്ലേ വാൾ ചെയ്യുന്നു, ഡയമണ്ട് ക്ലബ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ 40,000 PV. നിങ്ങളുടെ ലെവല് സ്റ്റാർട്ടർ എന്ന ലെവലിലേക്ക് വരും. 2,000 രൂപയ്ക്ക് മേലെ വരുമാനം. 4ാമത്തെ മാസം നോക്കൂ, 8 പേര് ചേർന്ന് 8 പേരെ കൊണ്ട് ഡിസ്പ്ലേ വാൾ ചെയ്യിക്കുന്നു. അവരുടെ വീട്ടിലൊക്കെ ഇതേപോലെ ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനം നടക്കുന്നു. നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ നോക്കാം, 16 ഡിസ്പ്ലേ വാൾ വരുമ്പോ അവർ 5,000 PV. അവരുടെ വീട്ടിലേക്ക് മല്ലിമുളകും വാങ്ങുന്നുള്ളൂ. 5,000 PV എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീട്ടിലേക്ക് നോർമൽ ഐറ്റംസ് വാങ്ങുന്നു. വാങ്ങിയാലും 80,000 PV. ദാറ്റ് മീൻസ് നിങ്ങളുടെ ലെവല് ഓപ്പണർ. 3,000 രൂപയ്ക്ക് മേലെ വരുമാനം കിട്ടും, ബോണസും കിട്ടും. 5ാമത്തെ മാസം 16 പേര് 16 പേരെ കൊണ്ട് ഹോം ഷോപ്പ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ ഡയമണ്ട് ക്ലബ് ചെയ്യിക്കുന്നു. ഈ 16 പേരെ വീട്ടിലും ഡിസ്പ്ലേ വാൾ ഓപ്പൺ ആവുന്നു. അവർ വളരെ ഈസി ആയിട്ട് ഡയമണ്ട് ക്ലബ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോ 32 പേര്, അതായത് നിങ്ങൾ ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നുള്ളൂ, പക്ഷെ നിങ്ങളുടെ ടീമിൽ 32 ഹോം ഷോപ്പ് വരുന്നു. 32 പേര് ഡയമണ്ട് ക്ലബ് ചെയ്യുമ്പോൾ
1,60,60,000 PV നിങ്ങളുടെ ലെവൽ ഈഗിൾ എന്ന ലെവൽ എത്തുന്നു. അപ്പൊ ഓപ്പണറിൽ നിന്ന് ഈഗിളിലേക്ക് എത്തി ഏപ്രിൽ മാസത്തിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം 5,000 രൂപയ്ക്ക് മേലെ വരുമാനം കിട്ടും, ബോണസും കിട്ടും. നെക്സ്റ്റ് മെയ് മാസത്തിൽ നോക്കിയേ, 32 പേരെ കൊണ്ട് ഡയമണ്ട് ക്ലബ് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ ഡിസ്പ്ലേ വാൾ ചെയ്യിക്കുന്നു. അതായത് 64 വീടുകളിൽ ഹോം ഷോപ്പ് വരുന്നു, 64 വീടുകളിൽ ഡയമണ്ട് ക്ലബ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? അവരെല്ലാവരും വീട്ടിലേക്ക് മല്ലിയും മുളകും വാങ്ങുന്നു, 5,000 PV ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 3,20,000 PV. ദാറ്റ് മീൻസ് യു ആർ വിന്നർ ലെവൽ. ഈഗിൾ കഴിഞ്ഞ് റണ്ണർ മറികടന്ന് വിന്നറിലേക്ക് വന്നു. അതിനർത്ഥം എന്താണ്? നിങ്ങളുടെ വരുമാനം 10,000 രൂപയ്ക്ക് മേലെ പ്ലസ് ബോണസ് കിട്ടുന്നു. 7ാമത്തെ മാസം നോക്കൂ, മാജിക്. 64 വീടുകളിൽ ഹോം ഷോപ്പ് അവര് ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കുന്നു. 128 ഹോം ഷോപ്പ് വരുന്നു, 128 പേര് ഡയമണ്ട് ക്ലബ് ചെയ്യുന്നു, 5,000 PV ചെയ്യുന്നു. 6,40,000 നിങ്ങൾ സ്റ്റാർ ആ ലെവലിൽ വരുമ്പോൾ, ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻ വരുമ്പോൾ സ്റ്റാർ അച്ചീവർ ആവുന്നുള്ളൂ. ഇപ്പൊ വോളിയം കാണുമ്പോൾ കൂടുതൽ ഉണ്ടായിരിക്കും, അങ്ങനെയല്ല. കറക്റ്റ് ആ ഡ്യൂപ്ലിക്കേഷൻ വരുമ്പോൾ 6,40,000 PV യു ആർ സ്റ്റാർ. കമ്പനിയുടെ ഫസ്റ്റ് പിൻ ലെവലിലേക്ക് എത്തുന്നു 7 മാസം കൊണ്ട്. യു ഇമാജിൻ, ഒന്ന് ചിന്തിച്ചു നോക്കാം. 20,000 രൂപയ്ക്ക് മേലെ വരുമാനം പ്ലസ് ബോണസ്. നെക്സ്റ്റ് 8ാമത്തെ മാസം നോക്കിയേ, 256 128 പേര് 128 ഹോം ഷോപ്പ് കൊണ്ടുവരുമ്പോ 256 ഹോം ഷോപ്പാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ 12,80,000 PV. യു ആർ സ്റ്റാർ പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു മാസത്തെ വരുമാനം 1,50,000 രൂപ. സുഹൃത്തുക്കളെ, ഇന്ന് ബിടെക്കും എംടെക്കും MBA പഠിച്ച് 12,000 15,000 രൂപയ്ക്കാണ് ജോലി ചെയ്യുന്നത് പിള്ളേര്. ഇവിടെ ഒന്നും വേണ്ട, 2 മാസത്തെ ഉൽപ്പന്നം ഒരുമിച്ച് വാങ്ങിക്കുക, പ്രോപ്പറായിട്ട് അതിന്റെ ഉദ്ഘാടനം ചെയ്യുക, അതിലൂടെ നിങ്ങളുടെ ബിസിനസ് മൾട്ടിപ്ലൈ ആവും. ഇത് മനസ്സിലാക്കണമെങ്കിലേ കുറച്ച് ദൈവാനുഗ്രഹം കൂടി നമുക്ക് വേണം, ശരിയല്ലേ? ഇത് ശരിക്കും ചിന്തിച്ചൊന്ന് നോക്കി. 8 മാസം കൊണ്ട് 1,50,000 രൂപ സമ്പാദിക്കാനുള്ള വലിയൊരു മന്ത്രമാണ് ഡയമണ്ട് ക്ലബ് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് ജോലി ചെയ്താലാണ് 8 മാസം കൊണ്ട് 1,50,000 വരുമാനം കിട്ടുക? എന്തുകൊണ്ട് നമ്മൾക്കൊന്ന് ഇതിന്റെ പിന്നാലെ ഒന്ന് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൂടാ? അധികം ചിന്തിക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു ഹോം ഷോപ്പ് തുടങ്ങുക, അതിന്റെ നല്ലൊരു ഉദ്ഘാടനം ചെയ്യുക, ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചോളൂ. നമ്മളൊന്ന് സറണ്ടർ ചെയ്യുക. 1,50,000 രൂപ, നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, 8 മാസം കൊണ്ട് 1,50,000 രൂപ വരുമാനം കിട്ടാവുന്ന എന്ത് പദ്ധതിയാണുള്ളത്? ഇനി ഇത് നിൽക്കോ? ഇത് നിൽക്കത്തില്ല. കാരണം എന്താണ്? നിങ്ങളുടെ ടീമിൽ 256 ഹോം ഷോപ്പ് വന്നു. എന്താണ് അതിനർത്ഥം? 256 കുടുംബങ്ങളിൽ നിങ്ങൾ ആരോഗ്യം എത്തിച്ചു, 256 കുടുംബങ്ങളിൽ നിങ്ങൾ തൊഴിലവസരം എത്തിച്ചു, 256 കുടുംബങ്ങൾക്ക് ദേശസേവനം ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അവരിനി പുറത്തുനിന്ന് വാങ്ങില്ല, അവർ RCMന്ന് വാങ്ങുള്ളൂ. അപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മാസം പിന്നെ 1,50,000 വരുന്ന ഒരു സംവിധാനമാണ്. ഇനി ഞാൻ ഇത് ശരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഉറക്കം പോവും ശരിക്കും ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ. നെക്സ്റ്റ് നോക്കിയേ, ഇതാണ് ഡയമണ്ട് ക്ലബ്. ഈ ഒരു പ്രസന്റേഷൻ കണ്ടോ? സ്റ്റാർ ലെവൽ നോക്കി, ഞാൻ എത്ര വരുമാനം വരുന്നത് കൃത്യമായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ ആവുമ്പോൾ 15,000 മുതൽ 20,000 വരെ വരുമാനമാണ്. അത് എങ്ങനെയാണ് വരുന്നത്? 64 63 ഡയമണ്ട് ക്ലബ്ബ്, അതായത് ഇവിടെ 3,20,000. നേരത്തെ നമ്മൾ എത്രയാണ് പറഞ്ഞത്? 126 അല്ലെ? കറക്റ്റ് അല്ലേ വരുന്നത്? അപ്പൊ 120 വരുമ്പോ നിങ്ങളുടെ കമ്മീഷൻ 16,975, ബോണസ് മന്ത്ലി ബോണസ് 2,500, ഇയർലി ബോണസ് 2,500, നിങ്ങളുടെ ഫ്രീ പ്രൊഡക്റ്റിന്റെ കമ്മീഷൻ ഒരു മാസത്തേക്ക് 831, അങ്ങനെ 22,000. അപ്പൊ ഒരു സ്റ്റാർ അച്ചീവർ ആവുമ്പോൾ 7 മാസം കൊണ്ട് എങ്ങനെയാണ് സ്റ്റാർ ആവുന്നതെന്ന് മനസ്സിലായോ? ഇതാണ് കറക്റ്റ് കണക്കാണത്. ആ ലെവൽ വെച്ച് കറക്റ്റ് കണക്കാത്. അപ്പൊ സ്റ്റാർ ആവുമ്പോൾ എങ്ങനെ കമ്മീഷൻ വരാൻ? ഇതാണ്. നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, നോട്ട് ചെയ്ത് മനസ്സിലാക്കും. നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ ബുക്കിൽ ഇതിന്റെ കമ്മീഷൻ കാൽക്കുലേഷൻ ഉണ്ട്. ഇനി 8ാമത്തെ മാസം എങ്ങനെയാണ് 1,50,000 വരിക? നോക്കിയേ, അതാണ് ഈ കണക്ക്. എത്ര? 256 ഹോം ഷോപ്പ് അല്ലേ? 256 ഡയമണ്ട് ക്ലബ് അല്ലേ? ജസ്റ്റ് നോക്കിയേ, A ടീമിൽ 128, B ടീമിൽ 127, നിങ്ങൾ 5,000 PV ചെയ്തു. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ മല്ലിമുളക് ഉപയോഗിക്കുന്നു അല്ലെ? 5,000 PV എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മല്ലിമുളക്, മഞ്ഞൾ, ഉപ്പ്, സോപ്പ്, ദാറ്റ്സ് ഓൾ.
അങ്ങനെ വരുമ്പോ ടോട്ടൽ നോക്കിയേ 128 127 ഒന്നും 256 ഹോം ഷോപ്പായി. അങ്ങനെ വരുമ്പോ ടോട്ടൽ നിങ്ങളുടെ ഇൻസെന്റീവ് 1100 രൂപയുള്ളൂ. പക്ഷെ റോയൽറ്റി നോക്കിയേ 51,200 രൂപ റോയൽറ്റി ഇൻകം ആണ്. നമ്മൾ ജീവിച്ചാലും മരിച്ചാലും കിട്ടുന്ന ഒരു ഇൻകം. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ എന്ത് ജോലി ചെയ്താലും കിട്ടാം. ഇനി ബോണസ് നോക്കിയേ, ഈ കഴിഞ്ഞ മാസത്തെ സ്റ്റാർ പ്ലാറ്റിനത്തിന്റെ ബോണസ് 7,229 ആണ്. ഇയർലി ബോണസ് അത്ര തന്നെ കിട്ടും. ഫ്രീ പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 50,000 രൂപ ഇവിടെ 67,591 രൂപയുണ്ട് സ്റ്റാർ പ്ലാറ്റിനം ആയി കഴിഞ്ഞാൽ. ഞാൻ 18 മാസം കൊണ്ട് സ്റ്റാർ പ്ലാറ്റിനം ആയ ഒരു വ്യക്തിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു പുതിയ വ്യക്തി പോലും നിങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ട് ഒന്ന് അതിന്റെ കൂടെ കുറച്ച് സമയം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ, സുഹൃത്തുക്കളെ, അധിക സമയമൊന്നും വേണ്ട, 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്റ്റാർ പ്ലാറ്റിനം 1,00,000 വരുമാനം മേടിക്കുന്ന ഒരാളായിട്ട് മാറാം. ഇനി നോക്കാം, ഇതൊരു 5 വർഷത്തെ കോഴ്സായിട്ട് എടുത്താലോ. നോക്കിയേ, 10 ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന ആളുകൾ 1 വർഷം നമ്മൾ ഉണ്ടാക്കും. ഇപ്പൊ 2026 ഇത് കണ്ട വീണ്ടും നമുക്ക് തലകെറ്റും അല്ലെ. 1 വർഷത്തിൽ 2026 10 പേരെ നിങ്ങൾ ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യാം. 50,000 PV സ്റ്റാർട്ടർ ആയുള്ളൂ, നോ പ്രോബ്ലം. 2027 നോക്കി, ഈ 10 ലീഡേഴ്സിനെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നു. 10 ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന ആളുകൾ 10 പേരെ ഡയമണ്ട് ക്ലബ് ചെയ്താലും 5,00,000 PV 2 വർഷം കംപ്ലീറ്റ് ആകുമ്പോ യു ആർ ഗോൾഡ്. ഗോൾഡ് ആയാലും പ്രശ്നമില്ലെന്നേ, പേടിക്കണ്ട. 3-ാമത്തെ വർഷം നോക്കി, 100 പേര് 10 ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്താൽ 3.5 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയില് അല്ലെ, കേരളത്തില്. ഇന്ത്യയിൽ 140 കോടിക്ക് മേലെയാണ്. അവസരങ്ങൾ എത്ര വലുതാണ്. അങ്ങനെയാണെങ്കിൽ 50,00,000 PV യു ആർ എമറാൾഡ്. 1,00,000 മേലെ വരുമാനമാണ് 3 വർഷം കൊണ്ട്. സുഹൃത്തുക്കൾ, ഇത് വെറുതെ പറയുന്നതല്ല. 31 മാസം കൊണ്ട് എമറാൾഡ് ആയ ഒരു വ്യക്തിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. 3 വർഷത്തിന് മുന്നേ ഞാൻ എമറാൾഡായി. ഈ ഫോർമുല എന്റെ തലയിൽ കയറി. ഞാൻ അഗ്രസീവായിട്ട് വർക്ക് ചെയ്തു. അതുകൊണ്ടാണ് 31 മാസം കൊണ്ട് ഞാൻ എമറാൾഡ് ആയിട്ട് മാറിയത്. ഇന്ന് എന്റെ ടീമിൽ 4 എമറാൾഡ് ഉണ്ട്, 1 സ്റ്റാർ എമറാൾഡ് ഉണ്ട്. അവർക്ക് ഈ ഫോർമുല ഞാൻ പറഞ്ഞു കൊടുത്തു. തലയെ കയറിയവര് ചെയ്തു, തലയെ കയറിയാത്തവര് പോയി കിടന്ന് ഉറങ്ങി. ഇന്നവർ അങ്ങനെ ഉറക്കാണ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ദൈവം വിജയിക്കാനായിട്ട് അവസരം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനെ ക്യാച്ച് ചെയ്യണം, മുന്നോട്ട് പോകണം. 2029 ആകുമ്പോ 1000 പേര്, 1000 ലീഡേഴ്സ്, 10 ഡയമണ്ട് ക്ലബ് ചെയ്ത 10,000 ലീഡേഴ്സ് സ്റ്റാർ റൂബി. 2030 ആവുമ്പോ യു ആർ ഡയമണ്ട്. നിങ്ങളുടെ 1 മാസത്തെ വരുമാനം നോക്കി 25 ലക്ഷം ആയിരിക്കും. ഇത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ ആരും ആവട്ടെ, 50 ലക്ഷം വരുമാനം കിട്ടുന്ന എന്ത് പദ്ധതി ഉള്ളത് 5 വർഷം കഴിയുമ്പോ? ഇവിടെ അവസരം തന്നെങ്കിലും ഇല്ലേ? അവിടെ എന്താ അവസരം ഉള്ളത്? നമ്മൾ അതിന് എന്താ ചെയ്തത്? മാർക്കറ്റിൽ നിന്ന് വിഷം വാങ്ങിച്ച് കഴിക്കുന്ന നേരം കൊണ്ട് ആർസിഎമ്മിന്റെ ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചു. നമ്മുടെ വീട്ടിലൊരു ഹോം ഷോപ്പ് തുടങ്ങി. ആ ഹോം ഷോപ്പിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. പിന്നെ വിദ്യാഭ്യാസത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? സ്ത്രീ ആയാലും പുരുഷനായാലും എന്താ പ്രശ്നം? നമ്മുടെ വീട്ടിലേക്ക് മല്ലിമുളക് ഉപയോഗിക്കണ്ടേ? ഈ ഒരു മന്ത്രം നിങ്ങൾ മനസ്സിലാക്കുക. 5 വർഷം കൊണ്ട് ഡയമണ്ട് വരെ എത്താൻ പറ്റും. നിസ്സാര കളിയല്ലത്. 25 ലക്ഷം കിട്ടുന്നൊക്കെ പറയുമ്പോൾ തല ചുറ്റും നമുക്ക്. വേണ്ട, 1 ലക്ഷം കിട്ടിയാലും നല്ലതല്ലേ മേഡം? 5 വർഷം കഴിയുമ്പോ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൂടെ 5 വർഷം കഴിയുമ്പോൾ 1 ലക്ഷം കിട്ടോ? ആർസിഎം അല്ലാതെ ഇവിടെ അവസരമല്ലേ? അപ്പൊ ഇതുകൊണ്ടാ പറഞ്ഞത്, ആർസിഎമ്മിനെ നമ്മൾ ഈസി ആയിട്ട് കാണരുത്. പല വ്യക്തികളും ചോദിക്കും, ഈ മല്ലി മുളകൊക്കെ വിറ്റിട്ട് എന്ത് കിട്ടാനെന്ന് ചോദിക്കും. അവർക്കുള്ള മറുപടിയാണിത്. അപ്പൊ ഇത് മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ആർസിഎം സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാൻ, മുന്നോട്ട് പോകാൻ. 25 ലക്ഷം കിട്ടുന്ന ഡയമണ്ട് എന്ന് പറഞ്ഞ ലെവൽ, ദാ റിയൽ ഡയമണ്ട്. സുരേന്ദ്ര ഭട്ട് സാർ, സഫയർ സിയാറൻമൂർത്തി സാർ, നമ്മുടെ കേരളത്തിലെ ധീര വനിതകൾ ഒരുപാട് ബാക്കിൽ അണിനിരന്ന് നിൽക്കുന്നുണ്ട്. ഇതേപോലെ ഡയമണ്ട് ആവാൻ നമുക്ക് സാധിക്കും. ലൈഫില് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 100% നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. സെറ്റപ്പ് യുവർ ഹോം ഡിസ്പ്ലേ വാൾ. നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു ഡിസ്പ്ലേ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിന്റെ പ്രോപ്പർ ഇനോഗ്രേഷൻ ചെയ്യുക. ഷെയർ ദ പ്രൊഡക്റ്റ് ആൻഡ് ഷോ ദ പ്ലാൻ ഡെയിലി. ഒരു ദിവസം ഒരാൾക്കെങ്കിലും നമ്മളൊരു പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുക, ഒരാളെങ്കിലും നമ്മൾ സഹായിക്കുക. ശരിയല്ലേ? ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഒരാളുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. നമ്മൾ ഇതിന്റെ പ്ലാൻ ഒന്ന് കാണിച്ചു കൊടുക്കുക, എഴുതി കാണിക്കണം. പ്രൊഡക്റ്റിന്റെ വില വ്യത്യാസം ഒന്ന് എഴുതി കാണിക്കാൻ നമ്മൾ തയ്യാറാവുക.
ഇത് നമ്മുടെ പ്രാക്ടീസ് കൂട്ടും. അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്? മസ്റ്റ് ബി ഇൻ എനി വൺ ക്ലബ്. ഡയമണ്ട് ക്ലബ്ബോ 5000 PVO 10000 PVO നിങ്ങൾക്ക് എന്താണ് ഉചിതമായത് മിനിമം 5000 PV നമ്മൾ ചെയ്യുക. 1-ാം തീയതിക്കും 10-ാം തീയതിക്കും ഉള്ളിൽ ഡിസൈഡ് ചെയ്യുക. എല്ലാ മാസം 1-ാം തീയതി ഞാൻ 5000 PV ചെയ്യും. ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടത്? അറ്റൻഡ് ആൻഡ് ലിസൺ RCM ട്രെയിനിങ് പ്രോഗ്രാംസ് ഡെയിലി. നമ്മൾ ഡെയിലി എന്ത് ചെയ്യണം? RCMന്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം. ഇപ്പൊ നമുക്ക് 8:45 എല്ലാ ദിവസവും ഉണ്ട്. 7:15 നമുക്ക് ലേഡീസിന് വേണ്ടിയുള്ള പ്രോഗ്രാം ഉണ്ട്. സുരേഷ് സാറിന്റെ പ്രോഗ്രാം ഉണ്ടാവും. നിങ്ങളുടെ ടീമിന്റെ ലീഡേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ടാവും. എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നതല്ല പറയുന്നത്. പക്ഷെ നമുക്ക് ഏതാണ് വാല്യുബിൾ ആയിട്ട് തോന്നുന്നത്, സമയം കിട്ടുന്നത്, ഡെയിലി നമ്മൾ ഇതായിട്ട് കണക്ട് ആയിരിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾ തോന്നുന്നുണ്ടാവും ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ ഗുണം ചെയ്തേനെ തോന്നുന്നു. ഒത്തിരി ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ശരിയല്ലേ? കാരണം നമ്മൾ പറഞ്ഞാൽ ഒരു പക്ഷെ അവർ മനസ്സിലാക്കില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഡെയിലി നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. ഫിസിക്കൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക. സൂം മീറ്റിംഗ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യുക. വീഡിയോസ് കേൾക്കാൻ അല്ലെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുക. വിസിറ്റ് നിയർ ബൈ ഔട്ട്ലെറ്റ് ഫ്രീക്വൻലി. നമ്മൾ അടുത്തുള്ള ഷോപ്പുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്ദർശകരാവാം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടും. അതേപോലെ നമ്മുടെ കൂടെ വന്ന ആളുകൾ അവിടെ കൊണ്ടുപോകാം. ഗിവ് മോർ ഹോം മീറ്റിംഗ്സ് വണ്ടർ വേൾഡ്. നമ്മൾ കൂടുതൽ വീടുകളിൽ ചെന്നത് പറഞ്ഞു കൊടുക്കണം. ഷോപ്പുകളിൽ പോയിട്ട് നമുക്ക് മീറ്റിംഗ് കൊടുക്കാൻ സാധിക്കണം. നമ്മൾ തുടക്കത്തിൽ വന്നപ്പോൾ കുറെ ആളുകൾ നമ്മുടെ കൂടെ വന്നു. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തത് കൊണ്ട് അവർ ID ടെർമിനേറ്റ് ആയി പോയി. ശരിയല്ലേ? പക്ഷെ ഇപ്പൊ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു. ഇനി രണ്ടാമത് അവരോട് ചെന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാനുള്ള അവസരമുണ്ട്. അവർ നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യും. 1000 രൂപയുടെ ഉൽപ്പന്നമായി കഴിഞ്ഞാൽ അവർ ID ആക്ടിവേറ്റ് ആവും. ഓക്കെ. നെക്സ്റ്റ് എന്താ ചെയ്യുക? ബ്രിങ് ന്യൂ ജോയിനിങ്. പുതിയ ആളുകളെ നമ്മളിലേക്ക് കൊണ്ടുവരാം. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? എന്റെ ലീഡർ ഡോക്ടർ രാജൻ സാറ് 9 വർഷങ്ങൾക്ക് മുന്നും എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടല്ലേ ഞാൻ ഇന്ന് സ്റ്റാർ എംറാൾഡ് ആയത്? ആണോ അല്ലേ? ആൾ എന്നോട് പറയുക മാത്രം ചെയ്തുള്ളൂ, പ്രൊഡക്റ്റ് തരാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് സ്റ്റാർ എംറാൾഡ് ആവില്ല. അദ്ദേഹത്തിന് നിർബന്ധിച്ചിട്ടായാലും അദ്ദേഹം എന്നെ കൊണ്ടുവന്നു. ശരിയല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ സ്റ്റാർ എംറാൾഡ് ആയത്. അപ്പൊ നിങ്ങൾ ഒരാളെ ജോയിൻ ചെയ്യുക എന്നതിനർത്ഥം ഒരാൾക്ക് നിങ്ങൾ ജന്മം കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ? ഒരാളെ നിങ്ങൾ വിജയിപ്പിക്കുന്ന ഒരു വഴി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരെയും RCMലേക്ക് കൊണ്ടുവരാ. എന്റെ മകന് 18 വയസ്സായി അന്ന് തന്നെ ഞാൻ അവന് ID കൊടുത്തു. എന്റെ മകൾക്ക് 18 വയസ്സായി അന്ന് തന്നെ എന്റെ മകൾക്ക് ഞാൻ ID കൊടുത്തു. ഇന്നലെ എന്റെ പെങ്ങള് എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന പെങ്ങളുണ്ട്. പെങ്ങൾക്ക് ഇപ്പോഴും RCM മനസ്സിലായിട്ടില്ല കേട്ടോ. പ്രൊഡക്റ്റ് നല്ലതെന്ന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് 2 വർഷം കൂടി ഉള്ളു പെൻഷൻ ആവാനായിട്ട്. അപ്പോ മൂർത്തി സാറും പറഞ്ഞു, ചേച്ചി RCMലേക്ക് ഗിരീഷിനെ കൊണ്ടുവന്നതിന്റെ പാരിതോഷികമായിട്ട് അല്ലെങ്കിൽ ഒരു ഗുരുദക്ഷിണയായിട്ട് ചേച്ചിയുടെ 2 മക്കളെ RCMലേക്ക് ജോയിൻ ചേച്ചി സപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ പെങ്ങളുടെ 2 മക്കളെയും ഞാൻ ഇന്നലെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു. ID എടുത്തു കൊടുത്തു. കാരണം എന്നെ RCMലേക്ക് കൊണ്ടുവന്ന ചേച്ചിക്ക് 5 പൈസ വരെ കിട്ടിയില്ല. കാരണം എന്താണ്? ചേച്ചി ഇതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. ചേച്ചിക്ക് പ്രൊഡക്റ്റ് നല്ലതാണ്. ആങ്ങളയുടെ കൊളസ്ട്രോൾ മാറാനായിട്ട് തവണ പരിചയപ്പെടുത്തുക ചേച്ചിക്ക് അല്ലാണ്ട് എന്റെ ബിസിനസ് മനസ്സിലായിട്ടില്ല. ചേച്ചി 2 വർഷം കൂടി കഴിഞ്ഞ പെൻഷൻ ആവും. അപ്പൊ മൂർത്തി സാറ് പറഞ്ഞു, പെങ്ങളല്ലേ കൊണ്ടുപോകുന്നത് ഗിരീഷെ, പെങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഞാൻ ഇന്നലെ പെങ്ങളുടെ 2 കുട്ടികളെയും ഞാൻ ഇന്നലെ RCMൽ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ നമ്മൾ ചെയ്തു കൊടുക്കണം. ശരിയല്ലേ? നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു തരും. ബി കൺസിസ്റ്റന്റ് ഫോർ നെക്സ്റ്റ് 1000 days. 1000 ദിവസം നമ്മൾ എന്ത് വന്നാലും ഇതിൽ അടി ഉറച്ചു നിൽക്കുക. 1000 ദിവസം എന്ന് പറഞ്ഞാൽ നോക്കി 3 year. RCM ടേക്ക് ആസ് എ 3 year കോഴ്സ്. RCM എന്ത് ചെയ്യണം? ഒരു 3 വർഷത്തെ കോഴ്സായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. ഇന്ന് വന്ന് നാളെ ലക്ഷങ്ങൾ കിട്ടും നമ്മൾ വിചാരിക്കരുത് സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു മന്ത്രവിദ്യ അല്ല RCM. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആദ്യത്തെ വർഷം പഠനം, 2ാമത്തെ വർഷം സ്റ്റൈഫൻഡ്, 3ാമത്തെ വർഷം വരുമാനം, 5ാമത്തെ വർഷം റിട്ടയർമെന്റ്. ഹലോ, 5ാമത്തെ വർഷം റിട്ടയർമെന്റ് ആണ്. അപ്പൊ നമുക്ക് സഹനം വേണം. ഒരു 5 വർഷം കഴിഞ്ഞാൽ എന്താ കിട്ടാൻ പോണെന്ന് ഇന്ന് നമുക്ക് ബോധ്യം വരണം. അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുക. RCMന്റെ കൂടെ അടി ഉറച്ചു നിൽക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവും. RCM അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. റോക്കറ്റ് പോലെയാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യവും മണി ഫ്രീഡവും സുരക്ഷയും ടൈം ഫ്രീഡവും റെസ്പെക്റ്റും റിവാർഡും റെക്കഗ്നേഷനും ടൂറും ട്രാവലും ഒക്കെ RCMനോട് സാധിക്കട്ടെ. എല്ലാ ഹാപ്പിനെസ്സും RCMലൂടെ കിട്ടാൻ സർവേശ്വരൻ എല്ലാവർക്കും ശക്തി നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു. ജയ് RCM. താങ്ക് യു സോ മച്ച്.
ഗിരീഷ് സാർ ഇതാണ്